ഹലോ ഗൈസ്, ഹായ്. ഹായ് ഹായ് ഹലോ. ഞാൻ പറയണതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹായ് ഹായ്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയണ കേൾക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കേൾക്കാമല്ലേ? ഓക്കെ. ഹായ് ഹലോ ഗൈസ്. ഓക്കെ, ഞാനപ്പോൾ ലൈവിൽ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാളെ ലൈവിൽ വന്നെന്ന് അറിയാം. എൻ്റെ ഇടയിൽ കൂടി എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലല്ല, നമ്മുടെ കൊച്ചു ബിപിയിൽ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു വന്നാണ് ഇരുന്നത്. യെസ്, പറയൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ അതിന് മറുപടി പറയാം. എന്താ പറയുക, കോമഡിയാണ് ഇപ്പോൾ സൈഡിൽ കൂടെ നടന്നു പോകുന്നത്. ഒരു സൈഡിൽ എന്താ പറയുക, അതെ ഹായ് എൻ്റെ മോനെ കൂടെ പറയണേ. ഹായ് ഹലോ. ഷേ പറ്റി എന്താ അഭിപ്രായം? അഖിൽമാരാ പറഞ്ഞത് ശരിയാണോ? എന്തൊക്കെയാണ് അഖിലേട്ടൻ വിളിച്ചു? യെസ്, ഒരു സൈഡിൽ അഖിൽമാരെ ഫിൽട്ടർ ഇട്ട് ലൈവിന് പോകുന്നു, മറ്റൊരു സൈഡിൽ കാറിനകത്തിരുന്ന് ക്യാപ്പൊക്കെ വെച്ചിട്ട് റിനോഷ് റിവ്യൂ പറയുന്നു. വേറൊരു സൈഡിൽ ഇതെല്ലാം കൂടി എന്താ പറയുക, വേണ്ട പോർഷനെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് പഠിച്ചിട്ട് എഡിറ്റ് ചെയ്ത് റോബിൻ വീഡിയോ ഇടുന്നു. അവസാനം ഞാൻ ഇവരാരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടി വന്നതല്ല. ചില കാര്യങ്ങൾ ഇപ്പം എന്താ പറയുക, ഞാൻ പ്രതികരിക്കാത്തല്ല, എനിക്ക് കറക്റ്റ് അറിയില്ല. എല്ലാവരും എന്നോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്താണ് നീ പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ എന്താ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാത്ത. എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല ഇതിനെപ്പറ്റി. ഇപ്പോൾ തെളിവുകളോ കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടൊരു വീഡിയോ ഇടാം. അതിനേക്കാൾ കൂടുതൽ നല്ലത് എനിക്ക് കുറച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ലൈവിൽ കൂടി നമുക്ക് എന്താ പറയുക, ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യലാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എൻ്റെ ടേക്ക് അല്ലെങ്കിൽ എൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ചോദിക്കുക എന്നോട്. ലവും ഹായൊക്കെ ഇട്ട് കളിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ശരി, ഒന്നും ചോദിക്കാനില്ലെന്ന്. റിനോഷ് ഞാനിപ്പോൾ അഖിൽമാരാർ പറഞ്ഞത് മേ ബി കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ. പക്ഷെ എല്ലാം നമ്മളെല്ലാവരും ആക്ച്വലി ഫ്രണ്ട്സും ഫാമിലിയൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുകൊണ്ട് വിഷയങ്ങളുണ്ട്. അത് സ്ലിപ്പ് ഓഫ് ടങ് എനിക്കാണെങ്കിലും റിനോഷനാണെങ്കിലും ഇപ്പോൾ സീനിലുള്ളത് ഇവരാണല്ലോ, അതുകൊണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞു. റിനോഷനാണെങ്കിലും അഖിൽമാരാറിനാണെങ്കിലും റോബിനാണെങ്കിലും ഒക്കെ സ്ലിപ്പ് ഓഫ് ടങ്, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ കൂടി എന്താ പറയുക വായിന്ന് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ എല്ലാ വിഷയവും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാൻ പറഞ്ഞതെന്ന് വിളിച്ചപ്പോഴത്തേക്ക് അത് കുറച്ച് ഒഴിവാക്കാമായിരുന്നു. ഇപ്പം ലേഡീസിൻ്റെ വിഷയമാണെങ്കിൽ കൂടി അത് കുറച്ച് ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒരു 1 to 6 സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അക്യൂസ്ഡ് ആയി പോവുകയാണ്. അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ അത് കറക്റ്റൊന്ന് ക്ലിയർ കട്ടായിട്ട് പറയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാണ് വിളിച്ചപ്പോഴത്തേക്ക്. പുള്ളിയുടെ വേ ഓഫ് ടോക്കിങ് എനിക്ക് അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. പറഞ്ഞു പോയിട്ട് നമുക്ക് ഇതൊന്നും പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, ഇപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിനോഷാണെങ്കിലും അഖിൽമാരാണെങ്കിലും റോബിൻ ആണെങ്കിലും കൂടി എനിക്ക് ഇവരാളോടും ദേഷ്യം അല്ലെങ്കിൽ ഞാൻ ഇവരുടെ ശത്രുക്കളെ കൂടെ കാണണമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഞാനത് പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും ചിലർ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്കെതിരാണോ പറയുന്നത്, അല്ലെങ്കിൽ അവൻ എനിക്കെതിരെ പറയും എന്നുള്ള രീതി ആ തൊട്ടൊന്നുമില്ല. ഞാൻ മ്യൂച്വലി എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നടക്കുന്ന വിഷയം അതിൽ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റായി പോകുന്നു. ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് തോന്നിയ ഇത് കണ്ടപ്പോൾ തോന്നിയ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുള്ളി ഒരു അക്യൂസേഷൻ വെച്ചേക്കുവാണ്. മറ്റേ ആൾക്കാരുടെ വിട്ടിട്ട് നമ്മുടെ ചാനലിൽ ഞാനീ പറയണത് പൂർണ്ണമായിട്ടും ഷോയിനെയൊന്നുമല്ല. ഇപ്പം അഖിൽമാരാർ പറഞ്ഞ ഇപ്പം ഏതൊക്കെ വ്യക്തികളെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഇയാൾ ഈ സൈഡിൽ നിന്നിടുന്ന വീഡിയോ, ഈ സൈഡിൽ നിന്നിടുന്ന വീഡിയോ, ആ സൈഡിൽ നിന്നിടുന്ന വീഡിയോ, ഇതിപ്പോൾ ബിഗ് ബോസ് പുറത്ത് നടന്നുകൊണ്ടിരിക്കണം. പേഴ്സണൽ അറ്റാക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ. എനിക്കിത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് പറയാനുള്ളത്. ഈ കാണുന്ന അഖിൽമാരാരോടാണെങ്കിലും റിനോഷനോടാണെങ്കിലും റോബിനോടാണെങ്കിലും നിങ്ങൾ എന്താ
ഇപ്പൊ പരസ്പരം പേഴ്സണലിലാണ് ഓരോരുത്തരും വീഡിയോ ഇട്ടിട്ട് അറ്റാക്ക് ചെയ്യണ പോലെ. ഐ മീൻ അത്ര പേഴ്സണലോട്ടൊന്നും പോകണ്ട. നിങ്ങൾ ഡിഗിൻ ചെയ്ത് അയാളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയേണ്ട. മാലാരാണെങ്കിൽ റിനോഷിനെ പറ്റി അത്ര ഡീപ്പായിട്ടൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. റിനോഷ് തിരിച്ചും ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അക്യൂസിയേഷനാണ്. എനിക്ക് ഇവന്മാര് നമ്മള് ഈ അഖിൽമാരും റിനോഷും റോബിൻ ഇവരൊക്കെ കൂടി കിടന്ന് അടിക്കണാകുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പൊ ഇൻ കേസ് ഇങ്ങനത്തെ പറഞ്ഞ വിഷയം ജെന്യൂൻ ആണെങ്കിൽ കൊച്ചി രാജാവിലും മറ്റേ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ജഗതി സാർ മറ്റേ കാറായിട്ട് വരുമ്പോഴത്തേക്ക് 2 വില്ലന്മാരും നടക്കുന്നു. എടാ മണ്ടന്മാരെ, നിങ്ങളിവിടെ അടിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ പോളെന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ എസ്കേപ്പായി പോകുവാണ്. ഇങ്ങനെ പറയുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ എസ്കേപ്പായി പോവുകയാണ്. ഇവന്മാരുടെ തല നടക്കുമ്പോഴത്തേക്കും എന്താ പറയാ, ഇവര് ഇപ്പൊ ഒരു സിമ്പിളായിട്ട് PR ചെയ്തുകൊണ്ടിരിക്കുവാണ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. ഇവരിപ്പോ ഇവരുടെ എന്തിനു വേണ്ടിയാണോ വന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അത് മാറിയിട്ട് ഇപ്പോൾ പേഴ്സണൽ അറ്റാക്കിലോട്ട് മാത്രം ആയിക്കൊണ്ടിരിക്കണം. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ സംസാരിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യാനാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്. കാരണം ഇവരെ എപ്പോഴും വിളിച്ചാൽ കിട്ടത്തില്ല. എൻ്റെ ലൈവ് കണ്ടാൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന് പറഞ്ഞ പടമുണ്ട്. അതിൽ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയും അയൺ മാനും സ്പൈഡർമാനൊക്കെ കൂടി കിടന്ന് ഒരുമിച്ച് തല്ലി കഴിയുമ്പോഴത്തേക്കും താനോസ് രക്ഷപ്പെട്ട് പോകില്ലേ, ആ സീനാണ് ഇപ്പോൾ. നിങ്ങൾ കിടന്ന് തല്ലുപിടിക്കുവാണ്. കുറ്റക്കാരൻ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം റിയൽ ആയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അപ്പോൾ നിങ്ങൾ ഈ കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോഴത്തേക്കും ഇവരാണ് രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നെ എനിക്കത് കാണുമ്പോഴത്തേക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളിവിടെ ഇരുന്നോ, നമ്മൾ പൊക്കോളാം എന്നുള്ള രീതിയിൽ പരസ്പരം തമ്മിൽ തല്ലിച്ചാവാതെ. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ കൂടി ഒരു കാര്യം ചെയ്യും, പരസ്പരം തമ്മിൽ തല്ലിച്ചാവുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നത് കണ്ടപ്പോഴത്തേക്ക് ഈ ഓഫ് ടോപ്പിക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. കൂടുതൽ ഫാമിലീനെ വലിച്ചിടാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി അവിടെ നിന്നുള്ള പറച്ചിലാണെങ്കിൽ ഇവിടെ നിന്നുള്ള പറച്ചിലാണെങ്കിൽ കൂടി മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക, ഞാൻ പറയാം. എനിക്ക് പെട്ടെന്ന് എനിക്കിങ്ങനെ പഠിച്ചു വെച്ചിരുന്ന് പറയണം, അല്ലെങ്കിൽ ഒരുപാട് വാക് സാമർത്ഥ്യം അല്ലെങ്കിൽ ഞാൻ വലിയൊരു പ്രാസംഗികനൊന്നും അല്ല. എനിക്കറിയാവുന്ന രീതിയിലൊരു സാധാരണ ഭാഷയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണക്കാരെന്നുള്ള രീതിയിലല്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയണ്ട. എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ അഖിൽമാരാർ വീഡിയോ ഇടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ റിനോഷ് ഒരു വീഡിയോ ഇടുമ്പോഴാണെങ്കിൽ റോബിനൊരു വീഡിയോ ഇടുന്നതാണെങ്കിൽ കൂടി ഇപ്പോൾ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ പോയിട്ട് മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് അനാവശ്യപരമായിട്ടുള്ള കമന്റാണ് ഇട്ടുന്നത്. കാണുമ്പോഴത്തേക്കും കോമഡി ഉണ്ട്. ഈ പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ കുറേ വ്യക്തികളുണ്ട്. അവരൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. എനിക്കൊരു നാദ്രയുടെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു സങ്കടം തോന്നി. എന്തോരം പേഴ്സണൽ അറ്റാക്ക് ഇവർ എനിക്ക് പറയാനുള്ള പോലെ അല്ലെങ്കിൽ അഖിൽമാരാർ പറയാനുള്ള പോലെ റിനോഷിന് പറയാനുള്ള ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായിട്ട് ഒപ്പീനിയൻ ഉണ്ടാവില്ലേ. അതിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ വിചാരം ഈ അടി എനിക്ക് കൂടുതലും ദേഷ്യം തന്നെ അത് കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ പോയിട്ട് ഇപ്പം എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നെ ഭയങ്കരമായിട്ട് ഞാൻ പറയുന്ന കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടി. അതല്ലാണ്ട് എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന വ്യക്തികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കമൻറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തി പറയുന്നില്ല. കമൻറ്റ് ചെയ്യുന്ന ചിലർക്കൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പം ഞാൻ പറയുമ്പോഴത്തേക്കും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ ആരെങ്കിലും പറ്റിയാണോ പറയുന്നത് തോന്നിക്കഴിഞ്ഞാൽ അവരെ തെറി വിളിക്കുക. ഇതല്ല വേണ്ടത്. എന്താ കാണിക്കുന്നത്. പിന്നെ ഈ ലേഡീസ് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ബിഗ് ബോസിൽ. എൻ്റെ സീസണും അതിനല്ലാത്ത സീസണും നമ്മളെല്ലാവരും ഫാമിലിയാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നീ അല്ലേടി അത് അല്ലെങ്കിൽ താനല്ലേ അത്, നിങ്ങളെപ്പറ്റിയല്ലേ പറയണമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഓരോരുത്തരുടെയും പ്രൊഫൈലിൽ ഇടുന്ന കമൻറ്റ് ഇടുന്നവരുടെ പ്രൊഫൈൽ പിക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫാമിലി ഉള്ളവരൊക്കെ തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഇരുന്ന് പറയാം, എന്നെപ്പറ്റി അല്ലേടി പറയണത് അല്ലെങ്കിൽ നീയല്ലേ പോയി കിടന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എന്ത് വൃത്തിയാരാണ് ചോദിക്കുന്നത്. നാളെ ഒരു ദിവസം നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരാളുടെ ഫാമിലിയിൽ നിന്ന് ഒരാളുടെ ഭാര്യയോ മകളോ ചേച്ചിയോ അമ്മയോ അനിയനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും അപ്പം എന്തിനാണ് കൊള്ളണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമന്റ് ഇടുന്നവരുടെ ഓരോരുത്തരുടെയും വ്യക്തികളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ സ്ത്രീയാണെന്ന് വെച്ചേക്കും. ഇപ്പോൾ സ്ത്രീ വിഷയമല്ലേ വന്നത്. പോയിട്ടിരിക്കുമ്പോഴത്തേക്കും ആയിരിക്കും ഇങ്ങനത്തെ ഒരു ആരോപണം വരുമ്പോഴത്തേക്കും ഈ കമന്റ് ഇടുന്നവന്മാർക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ ആത്മാഭിമാനം പൊള്ളിപ്പോകുന്നതിൻ്റെ വേദന എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ അപ്പോഴേ അവർക്ക് സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ പരിചയമുള്ള ഒരു വ്യക്തികളെ പറ്റി പറയും. അല്ലാത്ത പക്ഷം നമുക്ക് കോമഡി അല്ലേ. എന്തോരം ഞാൻ ഈ കമന്റ് വയ്ക്കുമ്പോഴത്തേക്ക് എന്ത് പച്ചക്കാണ് വിളിച്ചു പോകുന്നത്, നീയല്ലേ പോയി കിടന്നു കൊടുത്തത്. ഞാൻ ഒരുപാട് സ്ക്രീൻഷോട്ട് കൊണ്ടിട്ട്
മെസ്സേജ് എന്തൊക്കെയാണ് അയക്കുന്നത്. ഇപ്പം ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇടയിൽ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, പക്ഷേ ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. ഓക്കെ, സീരിയസ്ലി. നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റായിട്ട് പറഞ്ഞു പോവുകയാണ്. പക്ഷേ ഇത് ആളി കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കിടന്ന് മെഴുകലാണ് ആൾക്കാരെ അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നിയത് കമൻറ്റിന് ഒരുപാട് ലൈക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയിട്ട് കമൻറ്റ് തപ്പി നോക്കില്ല, അതേപോലെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് കുറേ പേര് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നില്ല മൈര എന്നാ? ഞാൻ പറയണത് കേൾക്കാത്തതാണ് അല്ലെങ്കിൽ നിന്റെ ചെവി അടഞ്ഞതാണോ മൈര? എൻ്റെ സൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, കേൾക്കാം അല്ലേ, താങ്ക് യു. റിനോഷ് കറക്റ്റാണ് പറഞ്ഞത്, മാരാര് കറക്റ്റാണ്. ഇവരൊക്കെ പറയണ ഇവരുടെ കുറേ പോയിന്റ്സ് ഒക്കെ വാലിഡ് ആണ് പറയുന്നത്, പക്ഷെ ചില കാര്യങ്ങളൊക്കെയാണ് തെറ്റാന്ന് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ എൻ്റെ വീഡിയോ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും പലർക്കും തോന്നും വിഷ്ണു പറഞ്ഞ ചില കാര്യങ്ങൾ കറക്റ്റാണ്, ചില കാര്യങ്ങൾ തെറ്റാണ്. ഓബ്വിയസ്ലി അതങ്ങനെ വരത്തുള്ളൂ. ഷോയിനെ പറ്റി എന്താ അഭിപ്രായം? സീസൺ 6 പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. ഞാൻ 2 എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ നിർത്തിക്കളഞ്ഞതാണ് എപ്പിസോഡ്. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കൊരു ഷോ കാണുമ്പോഴത്തേക്ക് അതിൽ എൻ്റർടൈൻമെൻറ്റ് വേണം, അല്ലെങ്കിൽ അതിലൊരു ഗെയിം സ്പിരിറ്റ് വേണം, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ബ്രില്യൻസ് കാണണം, അവരുടെ ഐഡിയോളജീസ് എന്താണെന്ന് കാണണം, ഇവരുടെ ഐഡിയാസ് കാണണം, ഒരു ഗെയിം എങ്ങനെയാണ് ക്രാക്ക് ചെയ്യണം എന്നുള്ളത് കാണണം. പക്ഷെ ഇതൊന്നും എനിക്ക് ആ ഷോയിൽ നിന്ന് കിട്ടുന്നില്ല. മറിച്ച് ഞാൻ ഭയങ്കര ഇറിറ്റേറ്റ് ആണ് ഈ ഷോയിൽ കാണുമ്പോഴത്തേക്കാണ്. ഞാനത് കണ്ടിട്ട് ഞാൻ നിർത്തി കളഞ്ഞിട്ട് തിരിച്ച് പിന്നെ കണ്ടു തുടങ്ങിയത് വൈൽഡ് കാർഡ് കയറി തുടങ്ങിയപ്പോഴത്തേക്ക് വരുന്ന ഞാൻ കണ്ടു തുടങ്ങി. അതും എല്ലാവരും അല്ല, കുറച്ചൊക്കെ ഞാൻ കണ്ടു തുടങ്ങി. പക്ഷെ ഇപ്പം ഞാൻ പിന്നെയും നിർത്തിയിട്ടുണ്ട്. എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നി തുടങ്ങി ഞാൻ പിന്നെ കാണുമായിരിക്കും. വോട്ടിംഗ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ബ്രോ? വോട്ടിംഗ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷെ മേ ബി ഈ പറയണ പോലെ നമ്മൾ ലൈവ് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ലൈവിൽ നിന്ന് എപ്പിസോഡിലോട്ട് വരുമ്പോഴത്തേക്കും എപ്പിസോഡ് വേണ്ട രീതിയിൽ അവർക്ക് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആക്റ്റീവ് അല്ലെന്ന് ഇപ്പോൾ ലൈവ് കാണുന്നവരല്ല, എപ്പിസോഡ് കാണുന്നവർക്ക് ഞാനൊരു വീക്കിൽ അല്ലെങ്കിൽ 2-3 വീക്സ് ആയിട്ട് ആക്റ്റീവ് അല്ലെന്ന് തോന്നുവാണ്. പക്ഷെ ഞാനവിടെ ആക്റ്റീവ് ആയിരിക്കാം. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ നിങ്ങൾ എപ്പിസോഡിൽ കാണുമ്പോഴത്തേക്ക് ഇവനെ ഷോയിൽ കാണാനില്ലല്ലോ, അല്ലെങ്കിൽ യൂട്യൂബിൽ കട്ട് വീഡിയോസ് വരുമ്പോഴത്തേക്ക് ഇവനെ പ്രത്യക്ഷത്തോളിൽ കാണാനില്ലല്ലോ എന്ന് വേണമെങ്കിൽ തോന്നിക്കുമ്പോഴത്തേക്കും ആക്റ്റീവ് അല്ലാത്ത ഒരാളെ പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യണേ എന്ന് തോന്നിയിട്ട് മേ ബി അങ്ങനെ വോട്ടിങ് കുറയാൻ ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് വോട്ടിങ് മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. മക്കളെ ഈ മോനെ ഈ വന്ന് തെറി വിളിക്കണമാതിരി സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു അന്തസ്സുണ്ട്. അപ്പോൾ ഒരു സുഖമുണ്ട് കേൾക്കാനായിട്ട്. ഇത് ഏതെങ്കിലും ഒരു പേരില്ലാത്ത അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ക് ഇല്ലാത്ത എന്നൊക്കെ ഒന്ന് തെറി വിളിക്കുമ്പോഴത്തേക്കും ഒന്നും തോന്നലില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ കോമഡി പറയട്ടെ, ഇതിൻ്റെ അപ്പുറത്തെ പ്രൊവോക്കേഷൻ കഴിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നു ഇതിൽ കൂടി, അത് കേവലം ഒരു കമൻറ്റിലൂടെ. PR ടീംസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? PR ടീംസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് എന്നല്ല, ഏത് മേഖലകളിലാണെങ്കിലും കൂടി ഒരാൾ കയറി വരണമെങ്കിൽ PR ടീമിന് വലിയൊരു പങ്കുണ്ട്. പ്ലസ് കഴിവും കൂടി വേണം. കഴിവും കൂടി ഉണ്ടെങ്കിൽ അത് ഡബിൾ ആക്കാൻ പറ്റും. ഐ മീൻ ഇപ്പം നിങ്ങളൊരു 50% നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട്, ബാക്കി 50% കൊണ്ട് PR ഇപ്പം കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരാളാണെങ്കിൽ 50% കൊണ്ട് നിങ്ങൾക്ക് ഒരു മേളിലോട്ട് ഒരു പൊസിഷനിലോട്ട് എത്താൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് അതിലൊരു കഴിവും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലിലോട്ട് എത്തും. എന്നെ പറ്റി പൊക്കി പറയാനോ അല്ലെങ്കിൽ എന്നെ പറ്റി പൊക്കി അടിക്കേണ്ട ഒരാവശ്യം
ഈ എന്താ പറയുക, എന്നെപ്പറ്റി പൊക്കി അടിക്കാനോ അല്ലെങ്കിൽ എന്നെപ്പറ്റി ഞാൻ സൂപ്പറാണെന്നൊന്നും കമന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ കേൾക്കുന്ന ഒരു ആവശ്യമില്ല. ഞാൻ അതൊന്നും കേൾക്കാനല്ല വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിത് കാണുമ്പോൾ അത് തന്നെ, പലരുടെയും വീഡിയോ കാണുമ്പോൾ അത് തന്നെ തോന്നുന്നത്. കാരണം അവരുടെ വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ഇടുമ്പോഴത്തേക്ക് അവരെ പൊക്കി അടിക്കാം, അല്ലെങ്കിൽ നാലുമൊക്കെ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് ഇവർക്ക് ദേഷ്യമുള്ള വ്യക്തികളുണ്ടാവില്ല, അവരെ നാല് പച്ചക്ക് ചീത്ത പറഞ്ഞേക്കാം എന്നുള്ളത്. എന്ത് കാര്യമാണ്. പിന്നെ വേറൊരു കോമഡി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിർത്താതെ വീഡിയോസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇവരോട് എല്ലാവരോടായിട്ടും പറയാനുള്ളൂ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ ലൈവിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓരോരുത്തർക്കും പലർക്കും പല ഒപ്പീനിയനുള്ളത്. നിങ്ങൾ ഒറ്റ ലൈവിൽ വരിക. ഇപ്പൊ റോബിനാണെങ്കിലും റിനോഷ് ആണെങ്കിലും അഖിൽമാരാണെങ്കിലും ഇപ്പൊ ഒരു സമയം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ആലോചിച്ചാണ്, നിങ്ങളെല്ലാവരും കൂടി ഒരു ഒറ്റ ലൈവിൽ വരിക. ഒരു ലൈവിൽ നമുക്ക് എല്ലാവരും ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളിരുന്ന് സമ്പാദിക്കുക ലൈവിൽ. അപ്പൊ ആർക്കാണോ നന്നായിട്ട് സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റുന്നത് അയാൾ ജയിക്കട്ടെ. കണ്ടന്റ് അല്ല, അല്ലെങ്കിൽ അവർ പറയുന്ന കോണ്ടാക്ട്സ് അല്ല നോക്കേണ്ടത്. അങ്ങനെ ചെയ്യുക. അല്ലാതെ ഒരാൾ ഇവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്തിട്ടിട്ട് പഠിച്ചു വെച്ചിരുന്ന് മറ്റയാൾ പോയിരുന്നത് പറയുക. എനിക്ക് 4 ചുവരുകളിലുള്ളിൽ ഇരുന്നിട്ട് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ലൈവിൽ വന്നിരുന്നിട്ട് ഇതുപോലെ പറയാനാണ് താല്പര്യം. ആൾക്കാർ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുക. ബിഗ് ബോസ് സീസൺ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഫോർ മീ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല ആ ഷോയിൽ നിന്ന്. ഫ്രസ്ട്രേഷനാണ് വരുന്നത് ആ ഷോ കാണുമ്പോഴത്തേക്ക്. നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഷോ നടത്തുന്നത് നമുക്ക് കാണുന്ന ഓഡിയൻസിന് എൻ്റർടൈൻ ആവാനായിട്ടാണ്. ഈ കാണുന്ന ഓഡിയൻസ് ആയിട്ടുള്ള എനിക്ക് എൻ്റർടൈൻമെൻറ്റ് അതിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഷോ കാണുന്നത് കിട്ടിയത്. ഇനി അതിലെന്തെങ്കിലുമൊക്കെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണും. ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റിൽ ആരെയാണ് ഇഷ്ടം? ആരെ ഇഷ്ടമല്ല അതിൽ. എനിക്കത് ഇപ്പോഴത്തെ സീസൺ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. എന്നെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഷോ കൊണ്ടാണ് ഉപകാരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഷോയിൽ ആ കപ്പടിക്കുമ്പോൾ, അല്ലെങ്കിൽ കപ്പടിക്കുന്നതിന് അപ്പുറത്തോട്ട് ആ ഷോയിൽ വലിയ സ്റ്റാറായി വരുമ്പോഴത്തേക്കും കുറച്ച് ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിപ്പോൾ ഉള്ള ഒരു വ്യക്തികളിലും അതിലുള്ള കണ്ടസ്റ്റൻ്റ് ഒരാളിലും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് വരെ ഞാൻ ഷോ കാണാറില്ലെങ്കിൽ കൂടി ഷോ അപ്ഡേറ്റഡ് ആണ്. എനിക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. സിബിനെ പറ്റി എന്താണ് അഭിപ്രായം? സിബിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഐ മീൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു കുഴപ്പമില്ലാത്തൊരു ഗെയിമറും ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലൊന്ന് പുള്ളി ഒന്ന് പൊങ്ങി വരികയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് പുള്ളി പോയത്. റിനോഷ് ആവശ്യമില്ലാതെ ലൈവിലൊന്ന് വില കളഞ്ഞു. എങ്ങനെ പറയാൻ പറ്റും? അപ്പം നിങ്ങൾക്ക് അവന് ഈ വന്ന് കമന്റ് ഇടുന്ന നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവൻ എന്തുകൊണ്ട് വന്ന് വീഡിയോ ചെയ്തുകൂടാ? അവന് ഇഷ്ടമുള്ള പോലെ വീഡിയോ പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രം നിങ്ങൾ കേട്ടാൽ മതിയോ? മറു സൈഡിൽ നിന്നും കൂടി കേൾക്കണ്ടേ? ഇത് ഞാൻ കുറ്റം പറയുന്നതൊന്നും അല്ല, എൻ്റെ ഒപ്പീനിയൻ പറയുകയാണ്. മാലാര് പറഞ്ഞതിൽ എന്താണ് എൻ്റെ അഭിപ്രായം? മാലാര് പറഞ്ഞ കണ്ടന്റിനെ പറ്റി അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 2-3 വീഡിയോസ് രണ്ട് ലേഡീസിൻ്റെ എന്തോ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് വരട്ടെ വീഡിയോ. അപ്പോൾ ഇപ്പൊ മാലാര് വേറൊരു വീഡിയോ ഇപ്പൊ ഇന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ പറയുന്നുണ്ട് എവിടെ ഡൽഹിയിൽ നിന്ന് എന്തോ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ എന്താ പറയാ, അന്വേഷണ കമ്മീഷൻ നടത്തും എന്നുള്ളത്. അത് നല്ല കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പബ്ലിക്കായിട്ട് വന്നിരുന്ന് നമുക്ക് വിക്ടിമിൻ്റെയോ അല്ലെങ്കിൽ ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ആ ടോപ്പിക് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് ലൈവിൽ മാറാട്ടെ, ആ ടോപ്പിക് ഒഴിവാക്കിയിട്ട് അതാണ് ഇപ്പം പുള്ളി ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് വഴിക്ക് മാറിയിട്ട് ബാക്കി ടോപ്പിക്കിലോട്ട് പോകാൻ കാരണം അത് തന്നെയാണ് മെയിൻ കാരണം. ചലഞ്ചറായിട്ട് വിളിച്ചാൽ പോകുമെന്നല്ലേ? എന്നെ സംബന്ധിച്ച്
മേ ബി പോകുമായിരിക്കാം. പക്ഷേ അതെല്ലാ സീസണിലും കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ പിന്നെ ഒരു വെറൈറ്റി ഉണ്ടാവില്ലല്ലോ. മേ ബി അത് ലാസ്റ്റ് സീസണിൽ മാത്രമായിരിക്കും വെച്ചത്. എല്ലാ സീസണിലും ചലഞ്ചർ ഓപ്ഷൻ ഉണ്ടാവണം എന്ന് ഒരു ഉറപ്പുമില്ല. ഇനിയിപ്പോൾ എന്നെ ചലഞ്ചറായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ പോകും, പോകാതിരിക്കും. അത് അപ്പോഴത്തെ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഫെയിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് ആരെങ്കിലും ഉണ്ട്? സീസൺ 6 ഇല്ല. അതെ, റോബിന് മുന്നേ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിലെ കോണ്ടന്റ് വ്യത്യാസമുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്ന്, ആ സ്ക്രിപ്റ്റഡ് എന്നുള്ള വാക്ക് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. പറഞ്ഞത് രണ്ടും സ്ക്രിപ്റ്റഡ് അല്ല. ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. ഷോ എഡിറ്റഡ് ആണ്, സ്ക്രിപ്റ്റഡ് അല്ല ഒരിക്കലും. ഇനി പുറത്തുള്ളവർക്ക്, ഉള്ളിലുള്ള നമ്മളോട് ആരോട് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയത്തൊന്നുമില്ല. അത് കുറച്ച് ബോധമുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ എന്തൊക്കെയാണ് പറയണം? റിനോഷ് കൂട്ടിക്കൊടുത്താണ് കയറുന്നത്. നീ കണ്ടിട്ടുണ്ട് ഇതൊക്കെ? മക്കളെ നാക്കിനല്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തോന്നിയത് പറയാവോ? നാളെ ഒരു ദിവസം നിന്റെയും വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ബിഗ് ബോസ് കിട്ടി പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറയുമോ? ഹായ് പറയാൻ പറയുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഹായ്. നിങ്ങൾ ഓരോ സപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറയുന്നില്ല. സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മാന്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക. കമന്റ് ബോക്സിൽ പോയി കിടന്ന് മെഴുകുമ്പോഴത്തേക്കും ആ മെഴുകലിനൊരു മാന്യത വരുത്തുക. ബിഗ് ബോസിൽ ഇപ്പൊ ലൈവ് ഉള്ളതുകൊണ്ട് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പൊ എപ്പിസോഡിലോട്ട് വരുമ്പോഴത്തേക്കൊക്കെ അറിയാൻ പറ്റും, ഇതല്ലല്ലോ നമ്മൾ ലൈവിൽ കണ്ടത്, അല്ലെങ്കിൽ ഇയാളല്ലല്ലോ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുള്ളത്. അത് ഷോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും, അത് സിനിമയാണെങ്കിൽ കൂടി ഇപ്പൊ ചില കുറെ സിനിമ പ്രവർത്തകർ പറഞ്ഞു കേട്ടിട്ടില്ലേ, വലിയ വലിയ നടന്മാരൊക്കെ ആദ്യം ഇവിടെ ചെയ്ത പടങ്ങൾ ചെയ്തിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണാനിരിക്കുമ്പോഴേക്കും അവർ അതിലുണ്ടാവില്ല, എഡിറ്റായി പോയിട്ടുണ്ടായിരിക്കും. ചില കാരണങ്ങൾ കൊണ്ടും എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടും കട്ടായി പോകും. അതേപോലെ ഈ ഷോയിലാണെങ്കിൽ കൂടി എന്താ പറയുക, എഡിറ്റായി ലാസ്റ്റ് ഫൈനൽ കട്ട് എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും ലൈവിൽ നിന്ന് മാറി ടോട്ടൽ വേറെ രീതിയിൽ സ്റ്റോറി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും. പുറത്ത് ബിഗ് ബോസ് ഇപ്പൊ നടന്നുകൊണ്ടേക്കണേ കോമഡി തമ്മിൽ തല്ലി ചാവുമെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും കൂടി. അല്ലെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ പോയിട്ട് ആൾക്കാരെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തിരിക്കുക. പറയണതിന് കുറച്ച് എന്താ പറയുക, ഒരു മാന്യത വെക്കുക. നീ എല്ലടി അതല്ലടി എന്നൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. നാളെ ഒരിക്കലും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോ ഫ്രണ്ട്സിനോ ആർക്കും വേണമെങ്കിലും പോകാം. അപ്പോഴത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ കൂളായിട്ട് നിന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അത് കാണണം നമുക്കിതൊന്നും. എന്നെ മനഃപൂർവ്വം ഔട്ടാക്കിയൊന്നും എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ ആക്ച്വലി എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഔട്ടാക്കാതിരിക്കും 84ാമത്തെ 84th ഡേ. പക്ഷേ 84th ഡേ വരെ ഞാനവിടെ നിൽക്കാൻ കാരണം അന്ന് എന്നെ ഓഡിഷനിൽ സെലക്ട് ചെയ്തുകൊണ്ടാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് പ്ലസ് 84 ദിവസം ഓഡിഷനിൽ കിട്ടിയത് എൻ്റെ പെർഫോമൻസും പിന്നെ അവർ എന്തോ കണ്ടുകൊണ്ടുമാണ് ഒരു ചാൻസ് എനിക്ക് കിട്ടിയത്. 84th ഡേ വരെ ഇവിടെ പിടിച്ചിരുന്നത് കുറച്ച് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ബേസ് അല്ലെങ്കിൽ എൻ്റെ എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ. നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഇപ്പൊ സീസൺ 6 കണ്ടസ്റ്റൻസ് ഒക്കെ
ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വരാൻ പോകുന്ന ട്രോമ എന്താണെന്ന് എനിക്ക് ആലോചിക്കാണ്ട് അപ്പുറത്താണ്. എനിക്കത് കാണുമ്പോഴത്തേക്കും പേഴ്സണലി എനിക്ക് കുറേ കണ്ടസ്റ്റൻസുകളെ ഇഷ്ടമല്ലെങ്കിൽ കൂടി അവർക്ക് ഇനി വരാൻ പോകുന്ന ഷോ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും വരാൻ പോകുന്ന ട്രോമയും ഇപ്പം കപ്പ് അടിച്ച് ഒരു 50 ലക്ഷമോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രോഫിയോ അല്ലെങ്കിൽ പ്രൈസ് മണിയോ ഫ്ലാറ്റോ എന്തോ ആയിക്കോട്ടെ, അത് കിട്ടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ജീവിതം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് മാന്യമായിട്ട് നിങ്ങൾ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുക. എല്ലാവർക്കും ഒരേപോലെ തന്നെ മനക്കരുത്ത് ഉണ്ടാവണമെന്നില്ല. നാളെ ഒരാൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ചേട്ടാ എൻ്റെ വർക്ക് കൊണ്ടാണുള്ളത് പറ്റിയെന്നുള്ളത് തോന്നൽ വരാതിരിക്കുക എല്ലാവർക്കും. ടോപ്പ് 5 എത്താൻ ഡിസർവിംഗ് ആയിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് 1 എത്താൻ ഡിസർവിംഗ് ആയിരുന്നു ഞാൻ പറയും. എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും, പക്ഷേ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനോട് എനിക്ക് താല്പര്യമില്ല. പേഴ്സണലി അറ്റാക്ക് പോകണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് ഓരോരുത്തർ പറയുന്ന രീതി വേറെയാണ്. ഞാനത് പറഞ്ഞു ഒരുപാട് അങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് അങ്ങോട്ട് പേഴ്സണലിലോട്ട് കുത്തി പറയണ്ട. പിന്നെ എന്താ പറയുക, ഇത്ര രോഷാകുലനായിട്ട് പറയണ്ട, ഓഫ് ടോപ്പിക്കായി മാറുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക്. ഒന്ന് മാരാര് പറഞ്ഞ മാരാടെ വേ ഓഫ് സ്പീക്കും, റിനോഷിൻ്റെ വേ ഓഫ് സ്പീക്കും ആണ്. റിനോഷ് മേ ബി കുറച്ച് കാമായിട്ടായിരിക്കും പറയുന്ന ആ മൊമെൻറ്റിൽ. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ടു ബി ഓണസ്റ്റ്. PB6 ടോപ്പ് 5 പ്രൊഡക്റ്റ് ചെയ്യാമോ? കോമഡി അല്ലേ? അതെ, ആര് വന്നാലും കോമഡി ആയിരിക്കുള്ളൂ. എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ടാണോ പലതും ഓപ്പണായിട്ട് പറയാത്തത്? ആരാണ്? ഞാനാണോ? അങ്ങനെയൊന്നുമില്ല. ഒപ്പീനിയൻ അബൌട്ട് സിജോ അഭിഷേക്. സിജോ അവിടെ പഠിച്ചുകൊണ്ട് എന്തൊക്കെ കാട്ടി ചെയ്യാൻ നോക്കുന്ന പോലെ എല്ലാം സക്സസ് ആവുന്നുണ്ട്. അഭിഷേകിനെ ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് കാണാറില്ല, ഷോയിൽ കാണിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ പ്രീ ഡിസൈഡഡ് ആണോ? അല്ല, പ്രീ ഡിസൈഡഡ് ഒന്നും അല്ല. പക്ഷെ ഇന്ന ആൾ ജയിച്ചാൽ കൊള്ളാമെന്നൊരു പക്ഷേ ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ടാവില്ലേ? മാരാറിന് ഇഷ്ടപ്പെടുന്നവർക്ക് മാരാർ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ടാവും. റിനോഷിന് ഇഷ്ടപ്പെടുന്നവർക്ക് റിനോഷ് ജയിച്ചാൽ കൊള്ളാമെന്നുണ്ടാവും. ഇത് ഉള്ളിലുള്ള പോലെ തന്നെ പുറത്തുള്ളവർക്കും ഉണ്ടാവില്ല ഒരു ഫേവറേറ്റ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ. റിയ റോയ് തോമസ്, ഹായ്. ഞാൻ മെസ്സേജ് നോട്ട് ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല. ഹായ് ചേട്ടാ, ഹായ്. കുറച്ചെങ്കിലും മെച്ചം തോന്നുന്നത് ആരെയും തോന്നുന്നില്ല. ടു ബി വെരി ഓണസ്റ്റ്, ആരെയും തോന്നുന്നില്ല. എന്താ പറയുക, എൻ്റർടൈൻ ബേസ് എനിക്കാരും തോന്നിയിട്ടില്ല അതിനകത്ത്. നമ്മളൊരു കോമഡി പറയണതല്ല. നമ്മളൊരു ഹ്യൂമർ ഉണ്ടാക്കുന്നത് വേറെ, സ്വയം ഒരു കോമഡി പീസായി മാറുന്നത് വേറെ. രണ്ട് കോമഡിയാണ് ഹ്യൂമറിൽ. സ്വയം ജോക്കറായി മാറുന്നത്. ഒരു ജോക്കർ സ്വയം മനസ്സിലാക്കി കോമഡി പറയുമ്പോഴത്തേക്കും അത് കോമഡി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കോമഡി ആയിട്ട് പുറത്തു വരുമ്പോഴത്തേക്കും ഹീറോ ആയി മാറുകയാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റർടൈൻ വൈസ് അതിനകത്തൊന്നുമില്ല. പേഴ്സണാലിറ്റി എനിക്ക് ആരുടെയും തോന്നിയിട്ടാണ് നല്ല രീതിയിലായിട്ട്. ഐഡിയോളജീസ് ആരുടെയും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐഡിയോളജീസ് ആർക്കും തോന്നിയിട്ടില്ല. പിന്നെ എന്താ, ഗെയിം ബേസ് ആണെങ്കിലും നല്ലൊരു ഗെയിമറില്ല. പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ അസോൾട്ടിന് പോകുന്നത് എൻ്റെയൊക്കെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാല ചേർത്ത് പിള്ളേർ നമ്മളൊക്കെ ഹോസ്പിറ്റലിലെടുത്തു. പിന്നെ എന്താ പറയുക, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കാണുന്നില്ല, ബ്രില്യൻസ് ഉള്ള ഒരാളെ ഞാൻ കാണുന്നില്ല. ബുദ്ധിപരമായിട്ട് ആ ഗെയിമിനെ എന്താ പറയുക കാണുന്ന ഒരു വ്യക്തികളില്ല അതിനകത്ത് ആ ഷോയിൽ. വാട്ട് അബൌട്ട് അർജുൻ എന്തിനാ? അർജുൻ ആ ഷോയിനൊട്ടും ആക്ടറല്ല ആക്ച്വലി. ബിഗ് ബോസ് ഷോ അങ്ങനെയല്ല കളിക്കേണ്ടത്. ആ ഷോ എന്താണ് ഇപ്പം എനിക്കറിയില്ല. ഇപ്പോഴും മലയാളി ഓഡിയൻസിന് ഇപ്പം സീസൺ 6 വരെ എത്തി, 6 സീസൺ കഴിഞ്ഞു, എത്ര പേര് വന്ന് പോയിട്ടുണ്ട്. ഇപ്പോഴും ഷോ എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. കാണുന്ന ക്യൂട്ട്നെസ് മാത്രം പോരാ. ബിഗ് ബോസ് ഷോയിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ചില എന്താ പറയുക പാറ്റേൺ ഉണ്ട്. ആ രീതിയിൽ കളിച്ചു പോകുക. അതല്ലാണ്ട് ജയിച്ചിട്ട് എന്താ ഗുണം കാണാൻ കൊള്ളാവുന്നതിൻ്റെ പേരിൽ? ഒബ്വിയസ്ലി ഷോയിൽ തല്ലുപിടുത്തം ഉറപ്പായിട്ടുണ്ടാവും. ഇടി ഉണ്ടാവും. ഞങ്ങളുടെ സീസണിൽ ഇടി ഉണ്ടായിട്ടുണ്ട്, അടി ഉണ്ടായിട്ടുണ്ട്, വാക്കുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ആ അടിക്കൊരു ഗ്രേസ് വേണം, അല്ലെങ്കിൽ ആ അടിക്കൊരു കാരണം, കോസ് വേണം. ഇത്
അടി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അടി ഉണ്ടാക്കുവാണ്. ഈ സീസണിൽ എല്ലാവരും അടി ഉണ്ടാക്കും, ഒരാളും മാറി നിൽക്കണില്ല. അടി ഉണ്ടാക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അടി ഉണ്ടാക്കുന്ന കാരണത്തിന് ഒരു മെന വേണ്ടേ? ഒരു എന്തൊക്കെ ചെയ്തിട്ടൊരു മെനയാവണില്ലല്ലോ സജി എന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട്. വാട്ട് അബൌട്ട് ഗബ്രി ആൻഡ് ജാസ്മിൻ? ഒട്ടും ഇഷ്ടമല്ല എനിക്ക്. ഐ മീൻ അത് ഞാൻ കാണുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിൻഡോയും എനിക്ക് താല്പര്യം ഇല്ല. സിബിൻ പോയതിൽ എന്താ അഭിപ്രായം? സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, പോകണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഐ മീൻ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം ഫിസിക്കൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ എന്താ പറയുക വലിയ പോപ്പുലാരിറ്റി ഫേമസ് ഒന്നുമല്ല. ഒന്ന് വേണ്ടത് മെൻ്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്. എന്താ പറയുക മാനസികപരമായിട്ട് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിരിക്കണം. രണ്ട് എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡും ഭയങ്കര പ്രധാനമാണ് ബിഗ് ബോസിൽ. ജാസ്മിൻ ഗബ്രി ഇവരുടെ ഗെയിമിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായമില്ല, എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ഗെയിം. അപ്സര എങ്ങനെയാണോ? അപ്സരയുടെയും ഗെയിം എനിക്ക് ഇഷ്ടമല്ല. പാസ് ഓഫ് ആക്കാവുന്നു. എൻ്റെ ഫേവറേറ്റ് സീസൺ എനിക്ക് മലയാളത്തിലാണെങ്കിൽ സീസൺ 1ഉം എൻ്റെ സീസൺ 5ഉമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഞാൻ പിന്നെ തമിഴ് കാണാറുണ്ടായിരുന്നു. തമിഴിലാണെങ്കിൽ സീസൺ 3ഉം സീസൺ 5ഉമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. BPL ബെസ്റ്റ് ഗെയിം സീസൺ 6. ഞാൻ ഈ ഷോ ആൾക്കാരെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര ശതമാനം ബിഗ് ബോസ് എന്ന ഗെയിം മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇവരെല്ലാവരും ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നല്ല സ്വഭാവമുള്ളവർ, നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും, പുറത്ത് ഭയങ്കര ഇതൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ അവരവർ വന്ന ഓരോ കാറ്റഗറി ഉണ്ടാവില്ല, അതിലൊക്കെ അടിപൊളി ആൾക്കാരായിരിക്കും. ഞാൻ പറയുന്നത് ഈ ഷോയിൽ വരുമ്പോഴത്തേക്കും ഷോയിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. നിങ്ങൾ ഹിന്ദി എനിക്ക് എല്ലാം കണ്ടിട്ടില്ലെങ്കിലും ഹിന്ദി നോക്കുക. എനിക്ക് ലാംഗ്വേജ് അറിയാതെ വരെ കണ്ടിട്ടില്ല, പക്ഷെ എന്നായിരുന്നാലും ഞാൻ കണ്ടിന്യൂസ് കാണാറുണ്ട്. അല്ലെങ്കിൽ തമിഴ്, അറ്റ്ലീസ്റ്റ് തമിഴ് നോക്കുക, കുറച്ചും കൂടി രസമാണ്. ഷോ മനസ്സിലാക്കിയിട്ട് വന്ന് കളിക്കുന്ന ഗെയിമറുണ്ടെങ്കിൽ രസമാണ് ആ ഷോ കാണാനായിട്ട്. ഗബ്രി ജാസ്മിനും ഇൻഡിവിജ്വലി വെച്ച് നോക്കുകഴിഞ്ഞാൽ കുഴപ്പമില്ലാതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശം ആരും ജയിക്കരുതെന്നാണ് ആഗ്രഹം. എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് ആരും ഇഷ്ടമല്ല. ഇപ്പൊ വേണമെങ്കിൽ ഷോ മുൻപോട്ട് കൊണ്ടുപോകണത് അല്ലെങ്കിൽ ഇപ്പൊ ഷോയിൽ നിൽക്കുന്നത് ഐ മീൻ ആൾക്കാർ കുറച്ചെങ്കിലും കണക്ട് ആയിട്ടുള്ളത് ജിൻഡോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞോളൂ ആരൊക്കെയാണ് ഇഷ്ടമല്ല എന്നുള്ളത്. എനിക്ക് ആരും ഇഷ്ടമല്ല. ഫാൻ സൗണ്ട് കാരണം കേട്ടില്ലെന്ന് പറയുന്നത്. ഫാൻ സൗണ്ട് ആണോ ഒന്നും കേട്ടില്ലേ? സീസൺ 1, 2, 3, 4 ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എനിക്ക് സാബു മോൻ ചേട്ടനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് സീസൺ 1. എനിക്ക് ജിൻഡോയുടെ കട്ടുണ്ടോ? എൻ്റെ ഫേവറേറ്റ് സീസൺസ് മലയാളത്തിലാണെങ്കിൽ സീസൺ 1ഉം പിന്നെ എൻ്റെ സീസൺ 5ഉം. തമിഴ് കാണാറുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സീസൺ 3 തൊട്ട് തമിഴിൽ സീസൺ 3ഉം സീസൺ 5ഉം. ബ്രോ അഖിലിനെ ഒപ്പോസ് ചെയ്ത് ഏഷ്യാനെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നാദ്രനെ പറ്റി നാദ്ര എവിടെയാണ് ഏഷ്യാനെറ്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? നാദ്ര പറഞ്ഞത് ലേഡീസിനെ പറ്റി പറഞ്ഞ പരാമർശമാണ് നാദ്ര ഒപ്പോസ് ചെയ്ത് പറഞ്ഞത്. അതല്ലാണ്ട് എന്താ പറയാ മാരാറിനെ ഒപ്പോസ് ചെയ്തിട്ട് ഏഷ്യാനെറ്റിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ള നാദ്ര സംസാരിച്ചത്. നിങ്ങൾ എന്താണ് കാണുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എവിടെ കൊണ്ടാണ് കാണുന്നത്? ഒപ്പീനിയൻ അബൌട്ട് നോറ വെരി ഇറിറ്റേറ്റിംഗ്.
ജാൻമോണിനെ എനിക്ക് ക്യൂട്ടായിട്ടാണ് തോന്നിയത്. ജാൻമോണി എനിക്ക് കുറച്ച് ഇത് ഒഴിവാക്കി സംസാരിച്ചു കഴിഞ്ഞാൽ ജാൻമോണി എനിക്ക് ഇഷ്ടമായിരുന്നു. സീസൺ 4 ഫേവ് കണ്ടസ്റ്റന്റ്. ഞാൻ സീസൺ 4 പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സീസൺ 5 സെലക്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ഓടിച്ചിട്ട് ആ ഷോ ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത് റിയാസിനെയായിരുന്നു. ഐ ആം ഗുഡ്, താങ്ക് യു, താങ്ക്സ് ഫോർ ആസ്കിങ് ഹൗ ആർ യു എന്നൊക്കെ. താങ്ക് യു സോ മച്ച്. ഹായ്. കോമൺ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കൂ. ടോക്ക് അബൌട്ട് റിനോഷ് ക്വാളിറ്റി. റിനോഷ് നല്ലൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യൻ തന്നെയാണ്. റിനോഷിന് ഒരുപാട് കഴിവുകളുണ്ട്. എനിക്കിപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കയറി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. റിനോഷ് എന്നേലും മുൻപ് ഇൻഡസ്ട്രിയിലുള്ളതാണ്. റിനോഷിന് നമുക്ക് ചില സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് നമുക്കിത് കിട്ടുന്നില്ല, കയറി വരാൻ പറ്റുന്നില്ല എന്നുള്ളത് ഓർത്തിട്ട് നമുക്ക് അതേപോലെ റിനോഷിന് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. റിനോഷ് ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. റിനോഷ് ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണ്. റിനോഷിന് നല്ലൊരു ക്വാളിറ്റിയും ഉണ്ട്. റിനോഷ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു പക്ഷേ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സമ്മതിക്കാൻ പറ്റാത്തുണ്ടാവും. പക്ഷെ ചില കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നത് ശരിയൊക്കെ തന്നെയാണ്. അനിയമെതിരി സീസണിലാണ് കപ്പടിച്ചത്. ഇത് കഥ പറച്ചിൽ മാത്രമല്ല, കഥ പറച്ചിൽ മാത്രമാണെങ്കിൽ എന്റെ പയ്യൻ കപ്പടിച്ചാണ് സിമ്പിളായിട്ട്. ഇതല്ല, കുറച്ച് ബുദ്ധിയും കൂടി ഉപയോഗിക്കണമെന്നൊക്കെ അല്ല. അഭിഷേക് എസിന്റെ ഗെയിമിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. ഫിസിക്കൽ ടാസ്കുകൾ കുഴപ്പമില്ലാതെ കളിക്കണമെന്ന് തോന്നുന്നു. അതിന്റെ അപ്പുറത്തോട്ട് ഞാനൊന്നും കാണുന്നില്ല. ഐ മീൻ ഐഡിയോളജീസ് ഒന്നും വലിയ ഇതൊന്നും ഞാൻ കാണുന്നില്ല. കയറി വന്നപ്പോഴത്തേക്കും പുള്ളി പഠിച്ചു വെച്ച എന്തോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പുറത്ത് തഗ്ഗും മാസമായതല്ലാണ്ട് അതിന്റെ അപ്പുറത്തോട്ട് ഞാൻ പിന്നെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പോയിന്റ് പറയണമെന്ന് ഞാൻ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 6 എല്ലാവരും തല്ല് പിടിക്കാനുണ്ട്. പക്ഷെ നീ പോടാ, അല്ലെങ്കിൽ നീ പോടാ മറ്റവനെ, അല്ലെങ്കിൽ അപ്പനെ വിളിക്കണം, അമ്മക്ക് വിളിക്കുന്നു. അതിന്റെ അപ്പുറത്തോട്ട് ഇവര് തല്ല് പിടിക്കണതിനൊരു പോയിന്റ് പറഞ്ഞല്ല. ഐ മീൻ അങ്ങോട്ടേക്ക് ഒരു പോയിന്റ് പറഞ്ഞിട്ട് അങ്ങനെയല്ല എതിർക്കുന്നത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ വോയിസ് ശബ്ദം കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മ്ലേച്ഛകരമായിട്ട് തെറിയം പറയുന്നത്, അയാളാണ് അവിടുത്തെ ഫൈറ്റിൽ ജയിക്കുന്നത്. ശ്രീതുവിനെ പറ്റി എന്താ അഭിപ്രായം? ശ്രീതു കിട്ടിയതിൽ എപ്പിസോഡിൽ കാണുമ്പോഴത്തേക്കും കാണാൻ ഭംഗിയുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല ഗെയിമിനെ പറ്റി. മിഥുനോട് സ്റ്റോറി എഴുതാൻ പറയാനല്ലേ. മിഥുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിഥുനോട് സ്റ്റോറി ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് ഒരു പടം എനിക്ക് എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. മാരാല് ഡയറക്റ്റ് അയച്ചിട്ട്. അയ്യോ ചൂട്. തമിഴ് BBയിൽ പോകും. അങ്ങനെ പോകാനൊക്കെ പറ്റും, എനിക്ക് അറിയില്ല കേട്ടോ. മലയാളത്തിനും തമിഴിലോട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ ഓൾറെഡി എന്നെ കണ്ടേക്കുന്നത് കൊണ്ട് 84 ദിവസം എനിക്ക് പറയാൻ അതിന്റെ അപ്പുറത്തോട്ടുള്ളത് കൊണ്ട് അവരെന്നെ എടുക്കുമല്ലോ എനിക്ക് അറിയത്തൊന്നുമില്ല. പിന്നെ ഞാൻ അതൊന്നും നോക്കിയിട്ടുമില്ല. ജാസ്മിന് ഇഷ്ടമാണോ എന്നല്ല. ജാസ്മിന്റെ നല്ല ഗെയിം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം, ഒരു പോയിന്റ് പറയാനാണെങ്കിൽ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഐ ഷോയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മളാണ് ചർച്ചാ വിഷയമാകേണ്ടത് പുറത്ത്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലായിടത്തോളം ഗബ്രിക്കും ജാസ്മിനും അറിയാം പുറത്ത് എന്താണ് നടന്നു പോകണം എന്നുള്ളത്. പക്ഷെ ഗെയിം വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ ബ്രില്യൻ്റ് ആയിട്ടാണ് അത് ചെയ്യണത്. കാരണം അവരെ ചുറ്റിപ്പറ്റി മാത്രം കാര്യങ്ങൾ. ഇപ്പം ഈവൻ നമ്മൾ സംസാരിക്കുന്നത് ഈ കൂടുതൽ തന്നെ കമന്റുകളാണെങ്കിൽ കൂടി അവരെ പറ്റിയാണ് വരുന്നത്. അതിനർത്ഥം അവരുടെ പ്ലാൻ അവർക്ക് ഒരു പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് ആയി ചിന്തിക്കുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെ അവരുടെ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട്. ജുനൈസിനെ പറ്റി എന്താ അഖിൽ അങ്ങനെ പറഞ്ഞെന്നാ അഖിലിനോട് ചോദിക്കുക, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ സീസണിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ പോവോ? ഒരു പക്ഷേ പോകുമായിരിക്കാം. പോകും. അഖിൽമാരുടെ എക്സ്പ്ലനേഷൻ അബൌട്ട് ബിഗ് ബോസ്. അഖിൽമാരെ ബിഗ് ബോസിനെ പറ്റിയുള്ള എക്സ്പ്ലെയിൻ ചെയ്തത് ബിഗ് ബോസിന്റെ ബാക്കിൽ നടക്കുന്ന കുറെ കാര്യങ്ങളും ഓഡിഷന് പോകുമ്പോൾ അല്ലെങ്കിൽ അതിലുള്ള പർട്ടിക്കുലർ വ്യക്തികളെ പറ്റി മാത്രമാണ് അതിൽ അഖിൽമാര പറഞ്ഞത്. അല്ലാണ്ട് ഷോയിനെ പറ്റിയോ എനിക്ക് ഷോ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ അപ്പുറത്ത് അതും ഈ ഷോ ഇപ്പോഴത്തെ പോകുന്ന രീതി വെച്ചിട്ടാണ്. അതല്ലാതെ എവിടെയാണ് ഇതിന് എതിരെ പറഞ്ഞത്? അർജുൻ ഓർ ജിൻഡോ? ഗുഡ് ഗെയിമർ ജിൻഡോ, ഓബിയസ്ലി.
അല്ല, അർജുൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് BBയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യം. അഖിൽമാരെ എന്നിട്ട് ഞാൻ ഈ ലൈവ് തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അഖിൽമാരെ ഒരു വശത്ത് ഫിൽട്ടർ ഇട്ട് ലൈവിൽ വരുന്ന അഖിൽമാര, മറുവശത്ത് ക്യാറിലിരുന്ന് തൊപ്പിവെച്ച റിവ്യൂ പറയുന്ന റിനോഷ്, വേറൊരു സ്ഥലത്ത് ഈ ഓരോരുത്തരും പറയുന്ന വീഡിയോ നല്ല നല്ല പോയിന്റ്സ് എഡിറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇൻഷോട്ടിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിന്റെ ബാക്കി പറയുന്ന റോബിൻ, അല്ലെങ്കിൽ പല റിവ്യൂസിന്റെ ഇത് ആറാടുകയാണ് ഇപ്പൊ എല്ലാവരും ഇത് വെച്ചിട്ട്, റിവ്യൂവേഴ്സ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും. സീസൺ 5 വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ആരാണ് ലെഫ്റ്റ് ചെയ്തത് അതറിയില്ല മച്ചാനെ. സീസൺ 5 ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പും തുടങ്ങി വെച്ചിട്ട് എല്ലാവരും സൈലന്റ് ആക്കിയിടും. BB6 തമ്മിൽ ഭേദം ആരുമില്ല. അത് മറ്റൊരു കോമഡി. ആരുമില്ല തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയാൻ മാത്രം ആരുമില്ല. അൻസിബയെയും ഋഷിയെയും പറ്റി എന്താ അഭിപ്രായം? ഋഷി എൻ്റെ ഫ്രണ്ടാണ്, അൻസിബയെ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഋഷി എല്ലാ കാര്യങ്ങളും വളരെ ഇമോഷണലായിട്ട് എടുക്കുന്നു. ഷോ ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പം നോമിനേറ്റ് ചെയ്താലും ഈ അത് വേറെ രീതിയിലോട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല ആ ഷോ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഋഷി ആളൊരു പാവമാണ്. റോക്കി ഒപ്പീനിയൻ എനിക്ക് ഞാനിപ്പോ കുടിച്ചു വെച്ച കോഫിയുടെ കപ്പാണിത്. ഇത് ഞാൻ 10 ലക്ഷമല്ല 2 ലക്ഷം രൂപ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, എന്റെ പേരൊക്കെ ഉണ്ട് ഇതിൽ. കപ്പടിക്കാൻ പ്രോബിലിറ്റി ആർക്കാണ് അക്കോർഡിംഗ് ടു ബ്രോ? ജസ്റ്റ് 50 എത്ര എപ്പിസോഡ് കഴിഞ്ഞ് 50 എപ്പിസോഡോ അത്രയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എത്ര ദിവസം കിടപ്പുണ്ട്? ഒറ്റ ആഴ്ച കൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റിയും അല്ലെങ്കിൽ ഗ്രാഫ് തന്നെ മാറിയാം. ഞാൻ തന്നെ ഹോട്ടൽ ടാസ്കിൽ എന്താ എടുത്ത് കാട്ടിക്കൂട്ടിയത്. അയ്യോ, എനിക്കതൊക്കെ ഓർക്കാൻ കൂടി പോയ. ഒപ്പീനിയൻ അബൌട്ട് റസ്മിൻ്റെ ഗെയിം ടു ബാഡ്. റോക്കിന്റെ ഇടിക്കേണ്ട അറിയില്ല. നമ്മൾ അതിനു മുമ്പ് ഞാൻ പറയാം താക്കോട്ട് അടിച്ച് തോപ്പിക്കിടാന്ന് ഞാൻ പറയും. കൈക്കൊരുത്ത് കാണിക്കണ്ട്. അർജുൻ ശ്രീധു കോംബോ എങ്ങനെയുണ്ട് അത് പറയാം. അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ സീസണിൽ കയറുമ്പോഴത്തേക്കും എൻ്റെ റിനീഷയുടെ കോംബോ വന്നു. അത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് എഡിറ്റ് ചെയ്ത് വന്നതാണ്. അതൊക്കെ അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ഈ തമിഴ് കാണുമ്പോഴും മലയാളം കാണുമ്പോഴും ഞാൻ മനസ്സിലാലോചിച്ച് വരും എല്ലാ സീസണിലും പോയി ലവ് കോംബോ അല്ലാണ്ട് വേറെ ഒന്നും ഇവർ കാണിക്കാന്നാണ് ആലോചിക്കുന്നത്. വേറെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലേ കയറി വരാനായിട്ടുള്ളത്. എന്തിനാ റിയൽ ആയിട്ട് വന്നത്? അത് കാണാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നുന്നത്. എനിക്കിഷ്ടമല്ല. ഞാൻ ഈ ബിഗ് ബോസിൽ ലവ് കാണാനല്ല ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും വെച്ചിട്ട് കണ്ടാൽ പോരെ, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സിനിമ വെച്ചിട്ട് കണ്ടാൽ പോരെ. അതൊക്കെ ജസ്റ്റ് മേ ബി ചിലപ്പോൾ അവർ പുറത്ത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ കമന്റിലിരുന്ന് വായത്താളം അടിക്കുന്നതും കമന്റ് ബോക്സിനിടയിൽ ഒന്ന് ഓരോരുത്തർ റിപ്ലൈ മറ്റുള്ളവർ തെരുവിളിക്കുന്നത് പോലെ ഒന്നും അല്ല. സിമ്പിൾ അല്ല ഷോയിന്റെ അകത്ത് കയറിയിട്ട് കാണിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുന്നില്ലേ, സീക്രട്ട് ഏജന്റ് കാറിൽ, അത് ഈ പുള്ളിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സീനല്ല, അത് വേറൊരു യൂണിവേഴ്സ് തന്നെയാണ് ബിഗ് ബോസ്. അത് ഈ പറയുന്ന കമന്റ് ഇടുന്ന പോലെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവുമല്ലോ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ വഴി ഫേമസ് ആയി നിൽക്കുന്നവർ, അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ആക്കുന്നവർ കണ്ടന്റ് വഴി, അവരൊക്കെ ഷോയിൽ ബിഗ് ബോസ് ഒരു സീസണിലെങ്കിലും ഇവർ എല്ലാവരും മന്നെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇപ്പം അവര് പുറത്ത് നിന്ന് നമ്മളെ റോസ്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഷോയിൻ്റെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ ഫാൻസ് ഡബിൾ അല്ല ട്രിപ്പിളിൻ്റെ അതിന് മേളിലോട്ട് കയറി പോകും. അവർ പിന്നെ ഇവിടുത്തെ സ്റ്റാറുകളായി മാറും. അതല്ലെങ്കിൽ അപ്പം അവർക്ക് മനസ്സിലാവും ഈ 4 ചൂരുകൾക്കുള്ളിൽ നിന്ന് ഒരു ഫോണും വെച്ച് റെക്കോർഡ് ചെയ്ത് നാവിട്ടടിക്കണതോ അല്ലെങ്കിൽ ഈ വായ്ത്തളം അടിക്കണതല്ല
ഷോ. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോണ പോലെ ഇരിക്കില്ല. ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു വായിലൊരാൾ അടിച്ചെന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ പുറത്തുണ്ടാക്കി വെച്ചിട്ട് ഇമേജൊക്കെ അവിടെ കഴിഞ്ഞു. വലിയ സ്റ്റാറൊന്നും ആവുന്നില്ല. പിന്നെ അവിടെ ഇരുന്നങ്ങ് പോകത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ മുടിയിലാണ്. നിങ്ങൾ ആൾക്കാരെ കണ്ടുകൊണ്ടല്ല, ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരാളുടെ ഗെയിം ഷോയും ആ ഷോയിൽ അയാൾ എന്ത് കാണിക്കണെന്നുള്ളത് കണ്ടിട്ട് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തുക. ഞാനൊരു പർട്ടിക്കുലർ വ്യക്തിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് മത്സരത്തിന് ഒരാൾ വരുവാണ്, യേശുദാസ് സാറിന്റെ മകൻ വിജയ് യേശുദാസ് സാറ് പാട്ട് മത്സരത്തിലോട്ട് വരുവാണെന്ന് വെച്ചു, സപ്പോസ് എക്സാമ്പിളായിട്ട് പറയുവാണ്, ഡിസ്റെസ്പെക്ട് അല്ല. അപ്പൊ നിങ്ങൾ പറയുവാണ് ഞങ്ങൾ കണ്ടിട്ടുള്ള യേശുദാസ് സാറിന്റെ മകനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുമോ? ബാക്കിയുള്ള കണ്ടസ്റ്റൻസും കൂടി ഉണ്ട് അവിടെ. ആരാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അതിന് വോട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടു വളർന്നതോ സിനിമയിൽ കണ്ടുള്ളവരോ അതല്ല വേണ്ടത്. നിങ്ങൾ ആ ഷോയിൽ അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എന്ത് എന്റർടൈൻമെന്റ് കൊണ്ടുവരുന്നു, നിങ്ങൾ ഏത് രീതിയിലാണ് എന്റർടൈൻ ചെയ്യുന്നത് അതിന് വോട്ട് കൊടുക്കുക. അറിയാവുന്ന വോട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? സിനിമ കുറച്ചൊക്കെ ഡിസ്കഷൻസ് ഒക്കെ പോയിട്ടുണ്ട്. ഇൻഷാ അള്ളാ അത് സിനിമ ഷൂട്ട് കഴിയണവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല എന്താ എന്നുള്ളത്. പക്ഷെ പേടിക്കേണ്ട, വലിയ രീതിയിലൊന്നും രക്ഷപ്പെട്ടിട്ടില്ല, പയ്യെ കയറി വരുന്നേ ഉള്ളൂ. അവരുടെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. സീക്രട്ട് ഏജന്റ് മൈൻഡ് ചെയ്യാൻ ആരും മൈൻഡ് ചെയ്യാറുള്ളത്. അതൊക്കെ ഇടലും ഡയലോഗ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫിൽറ്ററൊക്കെ ഇട്ട് വന്നിരിക്കാറുന്നല്ലേ. എല്ലാ ഡാർക്ക് ഹ്യൂമർ റീൽസിലും കാണാൻ ലൈക്ക് ബൈ വിഷ്ണു ജോഷി. നിങ്ങൾ എന്ത് പൊട്ടത്തിലൊക്കെ അഖിലോർജിൻ്റെ ബെസ്റ്റ് ഫിസിക്കൽ ഗെയിം എന്ത് പൊട്ടത്തിൽ പറയണത്? ഫിസിക്കൽ ഗെയിം കളിക്കാനാണെങ്കിൽ അവർക്ക് റെസ്ലിംഗിൽ പോയാൽ പോരെ. പൊട്ടനാണെന്ന് ഒരു പണിയുമില്ലാത്ത 6 പേരുണ്ട് അവിടെ, അവരെ ഔട്ടാക്കണം. ബാക്കിയുള്ളവരെ നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, തമ്മിൽ ഭേദം കുറച്ചെങ്കിലും കൊണ്ടന്നെ ഉണ്ടാക്കണവർ നിന്നോട്ടെ, ബാക്കിയുള്ളവരൊക്കെ ഔട്ടായി പോട്ടെ. റിനോഷ് കുപ്പിപ്പാൽ ഷോ. ഞാൻ മാരാര് പറഞ്ഞ കുറെ പേഴ്സണൽ ടോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ കുപ്പിപ്പാലിന്റെ സീൻ ഒഴിവാക്കാറെന്ന് എനിക്ക് തോന്നി. റിനോഷിന്റെ അത് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി പറയാമെന്ന് എനിക്ക് തോന്നി. വേണ്ടായിരുന്നു തോന്നിയത് കൊഞ്ച് ഓവറായിട്ട് തോന്നി. മലയാളം ബേബി അൾട്ടിമേറ്റ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉണ്ടായി കഴിഞ്ഞാൽ അത് സൂപ്പർ ആയിരിക്കും. ഒരുപാട് നല്ല ഗെയിമേഴ്സ് വന്നിട്ട് കളിക്കുമ്പോഴത്തേക്ക് അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവും എന്താണ് ബി എന്നുള്ളത്. മൈൻഡ് ഗെയിമേഴ്സ് കേട്ടോ. മൈൻഡ് ഗെയിം മാത്രമല്ല, പ്രസൻസ് ഓഫ് മൈൻഡും എന്താ പറയുക, ആ ഗെയിമിനെ കാണുന്ന രീതി അത് വേറെ മൂഡായിരിക്കും. അൾട്ടിമേറ്റ് ഉണ്ടാവട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നു. അൾട്ടിമേറ്റ് കാണാൻ അറ്റ്ലീസ്റ്റ് ഞാനില്ലെങ്കിൽ എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഈ ഷോയുടെ ഭയങ്കര ഫാനാണ്. അറിയാം. ടോപ്പ് 5 പ്രൊഡിക്ഷൻ ആരുമില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് ടോപ്പ് 5 പ്രൊഡിക്ഷൻ ഇല്ല, ഒരു ടോപ്പ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇല്ല, ബെസ്റ്റ് ഗെയിമറായിട്ട് ആരെയും തോന്നിയിട്ടില്ല, ബെസ്റ്റ് എന്റർടൈനറായിട്ട് എനിക്കൊരാളെ തോന്നിയിട്ടില്ല. ജിൻഡോ മനഃപൂർവ്വം ചെയ്യണതല്ലാണ്ട് കോമഡി ആയിട്ട് തോന്നിയത് അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് അതിന്റെ അപ്പുറത്തോട്ടൊന്നും തോന്നിയിട്ടില്ല. ബ്രോ ഒന്നുകൂടെ പോകുന്നില്ല. എനിക്ക് ഈ സീസൺ കണ്ടപ്പോഴത്തേക്കും കൊതിയായിരുന്നു ഈ സീസണിൽ പോകാൻ. കാരണം അങ്ങനെ കിടന്ന് കാണിക്കുമ്പോഴത്തേക്കും അതിന്റെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും രസമാണ്. കുറേ പേര് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവരെയൊക്കെ അടിക്കാനായിട്ടായാലും പോയിന്റ്സ് വെച്ച് അടിക്കാനും അതല്ലാത്ത രീതിയിലൊക്കെ ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം രസമാണ്. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ വേണമുള്ളൂ. BB6 ഇത് എന്താണ് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കയറി വന്നിട്ടാണോ ഈ ചോദിക്കുന്നത്? എനിക്കൊരു അഭിപ്രായം പറയുള്ളൂ. ഇനി ആൾക്കാർ പലരും ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോ ഇടാൻ ചാൻസ് ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും കൂടി ഓരോരുത്തർ സിംഗിളായിട്ട് വീഡിയോ ഇടുന്നതിന് പകരം നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒരുമിച്ച് വന്നൊരു ലൈവ് കൊടുക്കുക.
ഐ മീൻ ഒറ്റ ലൈവിൽ എല്ലാവരും ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് തരാം. നിങ്ങൾ ഓരോരുത്തരെ ഒരു മൂലക്ക് അഖിൽമാരാർ, ഒരു മൂലക്ക് റിനോഷ്, ഒരു മൂലക്ക് റോബിൻ, ഒരു മൂലക്ക് ഞാനിരിക്കാം. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളും വരിക, ലൈവിൽ ആഡ് ആവുക. എന്നിട്ട് നിങ്ങൾ തമ്മിൽ തല്ലേ, എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. ഓരോരുത്തർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നതിന് പകരം നിങ്ങൾ ഒരുമിച്ച് നിന്ന് സംസാരിക്കുക. ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വിട്ടു പോകുന്നത് സ്ത്രീ വിഷയത്തിൽ ഇതിന്റെ ബാക്കി നടന്ന സംഭവം എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. അതല്ലേ പോയിന്റ് ഔട്ട് ചെയ്ത ടോപ്പിക്ക്. അത് മറന്നു പോകരുത്, അതിന്റെ പുറകെ പോവുക. അതാണ് മെയിൻ കണ്ടന്റ്, അല്ലെങ്കിൽ അതാണ് ടോപ്പിക്ക്. അത് വിട്ടിട്ട് പേഴ്സണൽ ലൈഫിലോട്ട് പോലെ ആൾക്കാരുടെ കണ്ടസ്റ്റൻസിന്റെ. ഇനി ഒരു ടാസ്കിന്റെ പേരിൽ ബ്രോയെ വിളിച്ചപ്പോ തീർച്ചയായിട്ടും എനിക്ക് ടാസ്ക് കളിക്കാനും ഗെയിം കളിക്കാനും ഭയങ്കര ഇഷ്ടം. ഐ എം എ ഗുഡ് പ്ലെയർ. രജിത് കുമാറിനെ പറ്റി രജിത്തേട്ടന്റെ സീസൺ 2 കാണുമ്പോഴത്തേക്ക് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സീസണിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് പെരുമാറിയപ്പോഴത്തേക്ക് എനിക്ക് പുള്ളിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് രജിത്തേട്ടനെ ഇഷ്ടം. എന്നോട് രജിത്തേട്ടാന്ന് വിളിച്ചു മതിയെന്നുണ്ടായിരുന്നു, രജിത് സാറിനല്ല. പിന്നെ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ഒക്കെ ഉണ്ട്. എനിക്ക് ടെക്സ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്, അപ്ഡേഷനൊക്കെ പുള്ളിയുടെ പടത്തിൻ്റെയും കാര്യങ്ങളുണ്ടായിട്ട്. വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് സീസണിൽ എത്തിയാൽ ആരാ ടാർഗറ്റ് ചെയ്യുമെന്നാണ്. വൈൽഡ് കാർഡായിട്ട് എത്തിക്കഴിഞ്ഞാൽ, ഐ മീൻ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കണേ, 2 ദിവസത്തെ ഗസ്റ്റായിട്ട് വിളിക്കണേ, അത് ഈ കാര്യം പോസിബിൾ അല്ല ഒരു സീസണിൽ വന്ന് പോയതുകൊണ്ട്. പിന്നെ ഇനി നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന കൊള്ളാം എന്നാണെങ്കിൽ ടാർഗറ്റ് അല്ല. ഞാൻ എൻ്റെ ഗെയിം കളിക്കാൻ നോക്കും. ഞാൻ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാവരും എന്നെ ചുറ്റിപ്പറ്റി വരും. ഐ മീൻ എന്നെ അടിക്കാനായിട്ടാണെങ്കിലും രസത്തിനായിട്ടാണെങ്കിലും. റിനോഷിനെ മാരാനെ കോൾ ചെയ്തായിരുന്നു. റിനോഷിനെ എപ്പോഴും വിളിച്ചാൽ കിട്ടാറില്ല, പ്രോബബ്ലി എപ്പോഴും. അതുകൊണ്ട് കോൾ ചെയ്തില്ല. അനുശ്രീക്ക് എൻ്റെ ബർത്ത്ഡേ വിഷസ് നന്ദന പറയാൻ പറഞ്ഞു. ബ്രോ വലിയ നില എത്തിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാനും ആഗ്രഹിക്കുന്നു ബ്രോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളുടെ സ്വപ്നം അതൊക്കെ തന്നെയാണ്. ഉള്ള സമയം പരസ്പരം തമ്മിൽ തല്ലി അതുകൊണ്ട് കുറച്ച് സ്നേഹത്തോടെയും സമാധാനത്തോടെയൊക്കെ ഇരിക്കാനാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ കമന്റ് ഇടുന്ന നിങ്ങളോടാണെങ്കിൽ കൂടി, നിങ്ങൾ കുറേയൊക്കെ കമന്റ് ഇടുന്ന എല്ലാവരെയും അല്ല പറയണം, നല്ല കുറെ കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്നിട്ട് അവരെ പറ്റി കുറ്റം പറഞ്ഞ് കമന്റ് ഇടുക, ഇവിടെ വന്നിട്ട് അവിടെ കൂടി കുറ്റം പറഞ്ഞ് കമന്റ് ഇടുക. എന്തെങ്കിലും ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ പറയാതെ എന്നല്ലോ കോമൺ ആയിട്ട് ചോദിക്കണതിന് വരെ 2 മിനിറ്റ് കൂടി നമുക്ക് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാൻ നമുക്ക്. Are you the Thor of BB Avengers? Yes, I am. I am still worthy. Favorite IPL team Chennai Super Kings. ഞാൻ സിബിൻ ബ്രോനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. ഈവൻ പൂജ എൻ്റെ ഫ്രണ്ട്, ഞാൻ പൂജനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. ഇവരെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മിന്ന, ഹായ് മിന്ന. റിങ്കുമായി കോണ്ടാക്ട് ഇല്ലെന്നോ? തീർച്ചയായിട്ടും കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ റെഗുലർലി, ഞാൻ എല്ലാവരെയും റെഗുലറായിട്ട് വിളിക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല. പക്ഷേ നമ്മൾ കോണ്ടാക്ട് ഉണ്ട്. തല ഫാനല്ല, തലപ്പതി ഫാനാണ്. സിബിനെ പറ്റി പറയാം. സിബിൻ നല്ല ഗെയിമറായിരുന്നു. പക്ഷേ സിബിൻ ഒറ്റയടിക്ക് തളർന്നു പോയി. അപ്പോൾ പ്രശ്നം വന്നു. പിന്നെ അതിൻ്റെ ബാക്ക് സ്റ്റേജ് നടന്നെന്താണെന്ന് എനിക്ക് അറിയാത്തൊന്നുമില്ല. പുള്ളി പറഞ്ഞതിൻ്റെ അപ്പുറത്തോട്ട്. ഫേവറേറ്റ് സൂപ്പർ ഹീറോ ഞാൻ തന്നെ തഗ് ഇല്ല. നമ്മളല്ല ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് വരുന്നത്. അപ്പം എന്താ പറയുക, യെസ്, അതെ. ഫിക്ഷൻ കഥാപാത്രമാണെങ്കിൽ സൂപ്പർമാൻ, ഒരുപാട് മാനുണ്ട്. ഈ സീസണിൽ വന്നാൽ കപ്പ് ഉറപ്പായിരുന്നു. എന്നിട്ട് വേണം ഈ കപ്പ് ഞാൻ അടിച്ചിട്ട് നീയൊക്കെ എന്നെ തന്നെ കളിയാക്കാനായിട്ട്. അയ്യേ സീസൺ 6 പോയി കപ്പ് അടിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കപ്പിന് വിലയില്ലാത്ത രീതിയിലാക്കി കളഞ്ഞാൽ നിങ്ങളൊക്കെ കൂടി.
അമ്പടാ പുളിസോ അടവ് കയ്യിൽ വെച്ചാൽ മതി. ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ്. അപ്പാർട്ട് ഫ്രം ബാക്കിയെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ജാസ്മിൻ നല്ല സ്ട്രോങ് പ്ലെയർ തന്നെയാണ്. ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് സിനിമയൊക്കെ ചെയ്യണം, കുറെ കാശ് ഉണ്ടാക്കണം, കുറെ ഫെയിം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇതൊക്കെ നടന്നു. കഴിച്ചോന്ന് ചായ കുടിച്ചായിരുന്നു, രാത്രിത്തെ കഴിച്ചിട്ടില്ല. കല്യാണം നോക്കുന്നുണ്ടോന്ന്? ഹെയറിന്റെ സീക്രട്ട് എന്താണ്? ഹെയർ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷെ വെട്ടിക്കളയും, എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ട ഒന്നുമില്ല. അത് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും പടം കിട്ടില്ല. ഫിലിം നോക്കുന്നുണ്ട് ബ്രോ, ട്രൈ ചെയ്യുന്നുണ്ട്. സ്ട്രഗ്ലിംഗ് ആണ്, നല്ല രീതിയിൽ സ്ട്രഗ്ലിംഗ് ആണ്. ഈ ബിഗ് ബോസിൽ വന്നെന്ന് വെച്ച് സിനിമയിൽ കയറാൻ പെട്ടെന്ന് പറ്റണമെന്നൊന്നുമില്ല. അങ്ങനെയെങ്കിൽ എത്ര പേരുണ്ട് ഇവിടെ, എത്ര സീസൺ കഴിഞ്ഞു, എത്ര പേര് സിനിമയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ഭാഗ്യവും കഴിവും മാത്രം പോരാ, ഭാഗ്യവും വേണം, നല്ല കോണ്ടാക്ട്സ് വേണം, ക്ഷമ വേണം. ക്ഷമ തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങളൊന്നും. അദ്വൈതേ ഹായ് മച്ചാനെ. BB6 കാണാറുണ്ടോ? ഫുള്ള് കാണാറില്ല, അപ്ഡേഷൻസ് ഒക്കെ അറിയാറുണ്ടോ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് കാണാം. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ആ ഷോ കാണുമ്പോഴത്തേക്കും തോന്നുന്നുള്ളൂ. ദേവു എടാ മോനെ നടക്കട്ടെ, ഞാൻ ഒന്ന് പേടിച്ചു ദേവു എന്ന് കണ്ടപ്പോൾ. ഞാൻ ചോദിച്ചു നമ്മുടെ ദേവു ആയിരിക്കും ചോദിച്ചു. സാഗറിനെ കാണാറില്ല? കാണാറില്ല. സാഗറായിട്ട് ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വിളിക്കാറുണ്ട് സാഗർ. ഇന്നലെ മെസ്സേജ് അയച്ചുള്ളൂ സാഗർ. വാട്ട് ഈസ് യുവർ ക്രഷ് നെയിം? എനിക്ക് ക്രഷ് ഇല്ല മച്ചാനെ. സീസൺ 5 തീർച്ചയായിട്ടും ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചും മെസ്സേജും പറയുന്നു. അതിനുള്ളിൽ പോയിരിക്കാൻ തോന്നണുണ്ടല്ലേ. കാരണം നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് ആയിരുന്നു ഷോയിൽ നിന്ന്. എല്ലാവർക്കും ഷോയിലോട്ട് തിരിച്ചു പോകാൻ, നമ്മുടെ സീസൺ 5 തിരിച്ചു പോയിരിക്കാനായിട്ട് ഞാൻ സംസാരിച്ച ഓൾമോസ്റ്റ് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു. അതായിരുന്നു രസം. സൗണ്ട് കുറവാണോ പൂജ? എൻ്റെ ശബ്ദത്തിൻ്റെ ആണോ അല്ലെങ്കിൽ ഹെഡ്സെറ്റിൻ്റെ ആണോ എന്നോ എനിക്കറിയില്ല. ഹയസ്റ്റ് TRP ഉള്ളത് BB6 ആണെന്ന് ഞാനും കേട്ടു. എനിക്കറിയില്ല. TRP ഉണ്ടെങ്കിൽ നല്ല കാര്യം, അവർക്ക് ഗുണം, ഈ കോർപ്പറേറ്റിന് ഗുണം, അവർക്ക് പൈസ ലാഭിക്കാം. മേ ബി നമുക്ക് TRP കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി എന്ന് തോന്നുന്നു അല്ലേ, അറിയില്ല. പക്ഷേ ഞാനൊക്കെ TRPനേലും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റർടൈൻമെൻ്റ് ആണ്. സൗണ്ട് ഓക്കെ ആണെന്ന്. എടി പൂജ നീ എന്നെ പറ്റിച്ചല്ലേ. റിങ്കുമായി കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് ഉണ്ട്. ചിലവർക്ക് ഫുൾ അടിയും ഇടിയും കാണാനായിരിക്കും ഇഷ്ടം. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല. എനിക്ക് കുറച്ച് കോമഡിയും ബ്രില്യൻസും എൻ്റർടൈൻമെൻറ്റും ഐഡിയോളജീസൊക്കെ കാണാനാണ് ഇഷ്ടം. തല്ലുപിടുത്തമല്ല, തല്ലുപിടുത്തം മാക്സിമം കുറച്ചിട്ടു. തല്ലുപിടുത്തം വേണ്ടെന്നല്ല പറയുന്നത്, തല്ലുപിടുത്തത്തിലും കാണാനൊരു ഗ്രേസ് വേണം. ബെസ്റ്റ് മൈൻഡ് ഗെയിമർ ഇൻ സീസൺ 6 ബിഗ് ബോസ് ആണ് ബെസ്റ്റ് മൈൻഡ് ഗെയിമർ. എൻ്റർടൈൻമെൻറ്റ് പല രീതിയിലുണ്ട് ബ്രോ. എനിക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് തമാശകളും അങ്ങനത്തെ ഇതാണ്. ഈ ഫുൾ ടൈം തെറിവിളിയും ഇടിയും ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. ചിലർക്ക് കൂടുതലും അത് എനിക്ക് തോന്നുന്നത് കൂടുതലും മനുഷ്യന്മാരെല്ലാവരും സാഡിസ്റ്റുകളാണെന്ന്. നമുക്ക് മറ്റുള്ളവരുടെ ഇടിയും അടിയും ബഹളങ്ങളും അപ്പുറത്ത് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാണാനുള്ള ഇഷ്ടം. റിനോഷ് സെറ്റാണ്, വൈബാണ്, വിഷയമാണ് റിനോഷ്. TPR അല്ല. പൂജ ഫാൻസ് ഓണത്തിനിടക്ക് പൊട്ട് കാച്ചോടോ പൂജ? ലാലേട്ടനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് വളരെ നല്ല അഭിപ്രായമുള്ളൂ. എനിക്ക് എന്നും ഞാൻ ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യം ലൈഫിൽ നേരിട്ട് തൊട്ടടുത്ത് കണ്ടിട്ടുള്ളൂ. ഒന്നിൻ്റെ എൻട്രിയിലും ഒന്ന് ഞാൻ ഔട്ടായപ്പോഴും കണ്ടിട്ടില്ല. എനിക്ക് ഞാൻ സാറിനോട് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആരാധകയും എന്താ പറയുക, ഭയങ്കര റെസ്പെക്റ്റായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. സാറിൻ്റെ കൂടെ ഒരു സിനിമയിൽ ചെയ്യണം എന്ന് എനിക്ക് ഒരുപാട് ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സാറിൻ്റെ കൂടെ സിനിമയിൽ കയറാൻ വേണ്ടി സോപ്പിടുന്നുണ്ട്. അതൊന്നുമല്ല, ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം. ഒരു സിനിമ
കട്ട ഫാനായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും ലാൽ സാറിനെ പോലെ ഒരു വ്യക്തിയുടെ കൂടെ സിനിമ ചെയ്യാനൊക്കെ. അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. നിച്ചൂസ് പൂജ ഫാൻസിന് നോക്കാൻ നേരമില്ല, വിഷ്ണു നോക്കണേ. ഹലോ വിഷ്ണു. ഓ മാറാട ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ ഇത് തന്നെയാണ് ചോദിച്ചത്. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞല്ലോ. എന്ത് പഠിക്കുവാണോ ബ്രോ എന്നാ? എന്ത് പഠിച്ചത് തന്നെ എന്തോരം കഷ്ടപ്പെട്ടാന്നറിയാം ഞാൻ കണ്ടത്. എനിക്ക് ഇപ്പോഴും കുറച്ച് സപ്ലി ബാക്കിയുണ്ട്, അതുപോലെ എഴുതി എടുത്തിട്ടില്ലേ. എനിക്ക് ഈ സീസണിൽ എന്നോട് ചോദിക്കുക, ഒരാളുടെ പ്രത്യേകം പേരെടുത്ത് ചോദിക്കേണ്ട ആരെങ്കിലും ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആരും ഇഷ്ടവുമല്ല. അമ്മുക്കിനെ പറ്റി എന്താ അഭിപ്രായം? അമ്മുക്കിനൊക്കെ പറ്റി എന്താ മച്ചാൻ ഇങ്ങനെയൊക്കെ വേണം? നമുക്കൊക്കെ ലെജൻഡാണ്. ഞാൻ എൻ്റെ അഭിപ്രായം കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് അദ്ദേഹമൊക്കെ ആരാണെന്ന് അറിയാനായിട്ട്. പൂജ ലൈവ് BB6. പൂജക്ക് വയ്യ, ഫിസിക്കലി വയ്യാത്തതുകൊണ്ട്. അത് പൂജനോട് പൂജ ഇവിടെ ലൈവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും. എന്നാലും ചെറിയ ഇഷ്ടം പോലും തോന്നണില്ലെന്നേ. നിങ്ങളൊരു കാര്യം പറയും, ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നിയ കണ്ടസ്റ്റന്റിന്റെ എന്തുകൊണ്ട് ഇയാൾ ഇഷ്ടപ്പെടാൻ കാരണം ഒരു 3 കാരണങ്ങൾ പറയും ഒരു വ്യക്തിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കട്ടെ അങ്ങനെ വല്ലതും ഉണ്ടാകുന്നു. ഈ സീസണിൽ പോയാൽ മതിയായിരുന്നു, കപ്പ് കിട്ടിയാൽ ശ്രീതു കോംബോ സൂപ്പറായിരുന്നു. എനിക്ക് ഒരാളുടെയും കോംബോ ആർട്ടിഫിഷ്യലി പിടിച്ച് കപ്പ് വേണ്ട. എനിക്ക് ലവ് കോംബോ ഒന്നും പിടിച്ച് കപ്പ് വേണ്ട. അങ്ങനെ കിട്ടുന്ന കപ്പിന് എനിക്ക് വിലയില്ല. ഈവൻ നമ്മുടെ കോംബോ, എൻ്റെ മനുഷ്യനെ കോംബോ പുറത്തുനിന്ന് എഡിറ്റ് ചെയ്ത് വന്നതാണ്. പിന്നെ ഉണ്ടായ കോംബോ എൻ്റെ ഷീച്ചൻ്റെ മാരാടെ ഒരു കോംബോ കുറച്ചോളം ഉണ്ടായിരുന്നു. എൻ്റെ മാരാടെയും കോംബോ ഉണ്ടായിരുന്നു. ആദ്യം തുടക്ക സമയത്ത് എൻ്റെ മാരാടെയും ഇതിൻ്റെയും ഷീച്ചേട്ടനെയും കോംബോ ഉണ്ടായിരുന്നു. ഇതൊക്കെ നാച്ചുറലി വന്നു പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന കോംബോസ് ആണെങ്കിലും ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരാളുടെ ആർട്ടിഫിഷ്യൽ ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. റിനീഷ എനിക്ക് ശരിക്കും ഇഷ്ടമല്ല എന്നൊക്കെ. റിനീഷ ഏട്ടാ തന്നെ ചിരിക്കുന്നത്. എവിക്റ്റായ ആൾക്കാരെ എന്തിനാണ് തിരിച്ച് ബിഗ് ബോസിലോട്ട് കയറ്റണേ എന്നാണ്. മേ ബി അവർക്ക് കണ്ടന്റ് അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് കിട്ടാത്തതുകൊണ്ട് ഇയാളെ കയറി കഴിഞ്ഞാൽ പിന്നെ ഏതായാലും കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും കയറ്റി വിടുന്നത്. സെബിൻ വിന്നർ ആവേണ്ടല്ലായിരുന്നു. എനിക്കത് പറയാൻ പറ്റത്തില്ല, കാരണം എന്തോരം എപ്പിസോഡ് ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് സെബിൻ കുഴപ്പമില്ലാത്തൊരു ഗെയിമറായിരുന്നു, ഒരു എന്റർടൈൻമെന്റ് കൊണ്ടുവന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് കണ്ടിട്ടില്ല ഞാൻ സെബിനെ. 100 ദിവസത്തേക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പറയും? ഹായ് ചോദിക്കുന്നവർക്ക് ഹായ്. ബിഗ് ബോസിൽ ചലഞ്ചറായിട്ട് പോകുന്നുണ്ടോ? ഒരു ചലഞ്ചറായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2-3 ദിവസമായിരിക്കും കിട്ടാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ അവിടെ 100 ദിവസം നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടിക്കാം അവരെ. ഇത് 2 ദിവസം ഞാൻ പോയിട്ട് അവരെ പിരികളൊക്കെ വന്നിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ വലിയ സംഭവം പോലെ കയറി ചെന്നിട്ട് ഒരു ഡയലോഗ് അടിക്കുമ്പോഴേക്കും അവരെന്നെ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചറിന്റെ വായിലടിച്ചെന്നുള്ള പേര് ലാസ്റ്റ് സീസണിൽ ഞാൻ ഉണ്ടാക്കിയ പോലെ ഈ സീസണിൽ അവരെ എന്റെ വായിലടിച്ച് കിട്ടും. എന്ത് കാര്യം ഇരിക്കണ്? ഞാൻ ഫിലോസഫി. ജാസ്മിൻ ഗബ്രി ഇൻഡിവിജ്വലി കിഡു ഗെയിമേഴ്സ് ആണ്. പക്ഷെ വാ തുറന്ന് കിഡു ഗെയിമേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഗെയിമിങ് ബ്രില്യൻസ് ഒന്നും അല്ല, കുഴപ്പമില്ലാത്ത ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ്. ഗെയിമേഴ്സ് അല്ല, പ്ലേയേഴ്സാണ് കുഴപ്പമില്ലാത്ത, തെറ്റില്ലാത്ത. ബാക്കി വെച്ചൊരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ളതിലോട്ടോ കുറച്ചെങ്കിലും വാ തുറന്ന് സംസാരിക്കണതൊക്കെ അവർ മാത്രമേ ഉള്ളൂ ആക്ച്വലി. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണുന്നുള്ളൂ, അതാണ് ടി വിയിൽ കാണുന്നത്, അല്ലെങ്കിൽ എപ്പിസോഡ് കാണിക്കുന്നുള്ളൂ. ഫേവറേറ്റ് ക്രിക്കറ്റർ കുറച്ചധികം പേരുണ്ട്.
ബ്രണ്ടൻ മെക്കല്ലം, അയ്യോ റിക്കി പോണ്ടിങ് ഉണ്ട്, ധോണി ഒബ്വിയസ്ലി, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ. ജബ്രിക്കും ഫേക്കും കാണാൻ പോലും. പിന്നെ എന്തിനായിരുന്നു കാണുന്നത്? പിന്നെ എന്തിനാ വോട്ട് കൊടുത്ത് നിങ്ങൾ അവർ അതിൻ്റെ ഉള്ളിൽ നിർത്തണത്? ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ വോട്ട് ചെയ്യുന്നത്? ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ വോട്ട് ചെയ്തിരുന്ന് കാണുന്നതും. ഈ ഇവരെല്ലാം ഇത് കാണുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. ഇഷ്ടമല്ലെങ്കിൽ അത് വോട്ട് ബാക്കിയുള്ളവർക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഔട്ടാക്കുന്നേ. അകത്ത് മൈൻ ഗെയിം നടക്കുന്ന പോലെ പുറത്തും സിമ്പിളായിട്ട് ഗെയിം കളിക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങളാണ് ആക്ച്വലി റിനോഷ് പറഞ്ഞ ഡയലോഗ് തന്നെ, പുറത്തുനിന്ന് കാണുന്നത് നിങ്ങളാണ് ഗെയിം കളിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കാട്ടി കഴിഞ്ഞാലും പുറത്ത് നിന്ന് അവിടെ തുടരണോ വേണോ തീരുമാനിക്കണം നിങ്ങളാണ്. എബൌട്ട് അപ്സരയുടെ ഫസ്റ്റ് വീക്കിലത്തെ എനിക്ക് തോന്നുന്നത് മറ്റേ ക്യാപ്റ്റനായ വീക്കിലത്തെ അത് പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫേമസ് ആയ ആൾക്കാർക്ക് മാത്രം ബിഗ് ബോസ്. ഞാൻ ഫേമസ് ആയിട്ടൊരു വ്യക്തി അറിഞ്ഞത് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഇതിന് ബിഗ് ബോസിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ? സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ എന്നെ ബിഗ് ബോസിന് മുൻപ്? ഞാൻ കേവലം ഒരു ബിലോ സാധാരണക്കാരനായിരുന്നു. ഐ മീൻ സാമ്പത്തികപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സിനിമ പാരമ്പര്യമാണെങ്കിലും ഇതൊക്കെ പോട്ടെ. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലെങ്കിലും കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് അത്രയോ 6000 ഫോളോവേഴ്സ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും ഫേമസ് അല്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ വന്നില്ലേ? ഞാൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വരാൻ പാടില്ലേ? ഞാൻ സീസൺ ടോപ്പ് 5 വരുമ്പോൾ നിങ്ങളെല്ലാവരും പറയണ്ടാവുന്നില്ലേ? എനിക്കത് എത്രയും പറ്റുമെങ്കിൽ നിങ്ങൾക്കും സിമ്പിളായിട്ടൊക്കെ പറ്റും. നിങ്ങളുടേതായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രമല്ല, നിങ്ങൾ നല്ലതായിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നാളെ ഒരു ദിവസം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും അത് പിടിക്കാൻ വരണം. നിങ്ങൾക്കപ്പോൾ കാട്ടിക്കൊടുക്കാൻ എന്തെങ്കിലും വേണം. എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു, ഞാനത് കാട്ടിക്കൊടുത്തു. ഞാൻ അങ്ങോട്ടേക്കാണ് ഓഡിഷന് അയക്കുന്നത്. എന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചതല്ല. ഞാനത് അയച്ചു, എന്നെ വിളിച്ചു, ഞാൻ ഓഡിഷൻ ചെയ്തു. അവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയപ്പോഴത്തേക്ക് കൊടുത്തു. ബെസ്റ്റാണെന്ന് ഞാൻ സ്വയം പറയണില്ലെങ്കിൽ കൂടി. അപ്പോൾ ബ്രോയും കോമണർ അല്ലേ? എനിക്ക് കോമണറിൻ്റെ ടാഗില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കോമണറാണ്. ഞാൻ കോമൺലി കോമണറാണ്. എന്നെ ഏത് രീതിയിൽ അറിയാവുന്നു? സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുവാണ്. ചാനൽ ചർച്ചകളിൽ എന്നെ കണ്ടിട്ടില്ല, സിനിമകളിൽ കണ്ടിട്ടുണ്ടാവില്ല, എന്താ പറയുക, വേറെ പരിപാടികൾ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പോലും ഞാനൊരു താരമല്ലായിരുന്നു, ഒരു ഇൻഫ്ലുവൻസർ അല്ലായിരുന്നു. എൻ്റെ റീൽസ് പോലും ഞാൻ അധികം ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ വന്നില്ലേ. ബിക്കോസ് എനിക്കൊരു നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു. പ്രൊഫൈൽ പ്ലസ് എന്നെ ഓഡിഷൻ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റഫ് ഉണ്ടെന്ന്. അത് ഷോയ്ക്ക് പറ്റിയ സ്റ്റഫ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ എടുത്തത്. അവരെന്തുകൊണ്ട് എടുത്തതെന്ന് എനിക്ക് അവരോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് എന്നെ എടുത്തു പോയതിന് കുറ്റബോധം എന്ന് പറയണ്ടല്ലോ. വിഷ്ണുവിൻ്റെ ഫ്ലിപ്പടി മറക്കില്ല, ഞാനും മറക്കില്ല. നിങ്ങളെ ഒരൊറ്റ വീഴ്ചയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഫ്ലിപ്പ് അടിച്ചിട്ട്. ഞാൻ അതിൽ കൂടുതൽ വേണ്ടിട്ടുണ്ട് ഫ്ലിപ്പ് അടിച്ചിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ. അതിൻ്റെ എക്സ്ട്രീം അവിടെ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഐ മീൻ ബ്ലീഡിങ് ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ കാല് പൊട്ടിയിട്ടുണ്ട്, എൻ്റെ മുഖം തടിച്ചുകൊണ്ട് മുഖം പൊട്ടിയിട്ടുണ്ട്, സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ ഫ്ലിപ്പടി എനിക്ക് കിണ്ടിയുമല്ല. എന്താണ് ഒരു മൈദ ഇല്ലാത്ത മൈദയോ? പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ലൈവ് ആയിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം നമ്മളെന്താ തമ്മിൽ തന്നെ വേറെ വേറെ പല ഗ്രഹങ്ങളിലെ താമസിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ തന്നെ പറയും ഈ അടിയിലെ കമൻറ്റ് കാണുമ്പോഴത്തേക്കും. ഇപ്പോൾ എൻ്റെ അടിയിലെ കമൻറ്റ് ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇവ കമൻറ്റ് കണ്ടില്ലേ, മറക്കൊന്നും വേറൊരു പണിയില്ലെന്ന് നമ്മൾ തന്നെ കളിയാക്കാറുണ്ട്. നിങ്ങളെല്ലാവരും അല്ല, അങ്ങനെ കമൻറ്റ് ഇടുന്നവരെ നമ്മൾ തന്നെ പരസ്പരം ഈ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവരും ഞങ്ങളൊക്കെ ചേർന്ന് നിന്ന് കളിയാക്കിയിട്ട് നമ്മളുടെ കൂട്ടത്തിൽ നോക്കാറുണ്ട് ഇവന്മാരെയൊക്കെ കമൻറ്റ് ഇട്ടിട്ട്. അതിനുള്ള ബുദ്ധിയൊക്കെ ഉള്ളൂ ഇവന്മാരൊക്കെ. ബിഗ് ബോസ് ഇവൻ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നവരെയൊക്കെ ബിഗ് ബോസിൽ കിട്ടണം. 4 ആൾ മുൻപിൽ കിട്ടണമെന്ന് മറ്റേ പറഞ്ഞ സ്പടികൻ ജോസാറല്ലോ, കിരിക്കടൻ ജോസ് പറയണ പോലെ അവന്മാരൊക്കെ അങ്ങനെ ഇടണം. അപ്പോൾ ടൈപ്പ് ചെയ്യണതിൻ്റെ ഇതൊന്നും അല്ല എന്ന് നമുക്ക് കാട്ടിക്കൊടുക്കാം. ഇനി എന്നെ തെറി വിളിക്കണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ലൈവിലോട്ട് വന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവിൽ ഇരുന്നിട്ട്
നേർക്ക് നേരെ നിന്ന് ലൈവിൽ സംസാരിക്കാം, ചീത്ത വിളിക്കാം, എന്താ പറയുക, ആർഗ്യുമെൻ്റ് നടത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ കമൻ്റ് ഇട്ടല്ല വരേണ്ടത്. അത് എൻ്റെ അടുത്തൊന്നും വേണ്ട. ഇവിടെ അങ്ങനെ ഒന്നും വേണ്ട, നടക്കില്ല. അമ്മാതിരി വർത്താനമൊന്നും നമ്മുടെ അടുത്ത് വേണ്ട. ഹായ് പ്രിയ, ഹലോ, ഹായ് ഹായ് ഹലോ. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇത് ലൈവ് കട്ട് ചെയ്യുക. എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ നല്ലത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കുക. നോറേനെ പറ്റി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹായ്. ഫാനിൻ്റെ സൗണ്ട് കേൾക്കുമെന്ന് വെച്ചിട്ട് ഞാൻ ഫാൻ കുറച്ചിട്ടായിരുന്നു. എനിക്ക് ചൂടെടുക്കും. നിങ്ങൾക്ക് നല്ലത് തന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ സായി കൃഷ്ണ, സായി കൃഷ്ണനെ പറ്റി, സീക്രട്ടിനെ പറ്റി എനിക്ക് അഭിപ്രായം പറയാനായിട്ട് എന്തോ ഉള്ളത്? പുള്ളി എന്താ ചെയ്യണതിനകത്ത് അഭിപ്രായം പറയാനായിട്ട്? പുള്ളി അവിടെ മിണ്ടാതെ ഒരു മൂലക്ക് ഇരിക്കുന്നു. എനിക്ക് എക്സ്പെക്ടേഷൻ വലുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ഞാൻ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുള്ളി എന്താ ചെയ്യണമെന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരന് കുറേ പേർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാകുന്നു. പുള്ളി റിവ്യൂ ഒക്കെ പറഞ്ഞാൽ നമ്മളാണെങ്കിൽ മൂവി റിവ്യൂ ആണെങ്കിൽ ബിഗ് റിവ്യൂ പറയണമെങ്കിൽ, അല്ലെങ്കിൽ പുള്ളി മറ്റേ ലൂസിഫറിൽ ഗോവർദ്ധൻ, ഐ മീൻ ഇന്ദ്രജിത്തേട്ടൻ പറഞ്ഞ പോലെ സായികുമാറിനെ പറ്റി അവിടെ നിന്ന് പാലം, ഇവിടെ നിന്ന് പാലം, പാലത്തിൻ്റെ മേൽ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇഷ്യൂവിലും കയറി പിടിച്ച് റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സൈഡ് പിടിച്ചും ഈ സൈഡ് പിടിച്ചും എല്ലാത്തിനെ പറ്റി. പക്ഷേ പുള്ളിക്ക് ഇപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പറയാൻ റിവ്യൂ ഒന്നുമില്ല, ഒന്നും പറയാനില്ല. മേ ബി ചിലപ്പോൾ ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഓവറോളായിട്ടുള്ള പുള്ളി ഒരു റിവ്യൂഡും ആയിരിക്കും ഇതിനെപ്പറ്റി. അഭിഷേക് ശ്രീകുമാർ, ഗെയിം എങ്ങനെയുണ്ട്? ഗെയിം എന്താ കളിക്കുന്നത്? ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവന്മാരൊക്കെ കൂടി എനിക്ക് ചിലപ്പോൾ പൊങ്കാലിട്ടിരിക്കും, നീ എന്ത് ഗെയിമാണ് കളിച്ചതെന്നുള്ളത്. ഞാൻ പറയണത് എൻ്റെ അഭിപ്രായമോ. ഞാൻ ഗെയിം, നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ ഗെയിം കളിച്ചിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗെയിം കളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ കൂടുതലൊന്നുമില്ലല്ലോ, എന്നാൽ കട്ട് ചെയ്യട്ടെ. അപ്പോൾ സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. പിന്നെ എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ലൈവിൽ വരാം, നമുക്ക് ആരെങ്കിലും ഇരുന്ന് നോക്കാം. പിന്നെന്താ പറയുക, എന്നെ മൂക്കിക്കോ. പിന്നെന്താ പറയുക, പിന്നെ അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന് റിവ്യൂസിനനുസരിച്ച് അതല്ലേ ഇപ്പോൾ കാണുന്നത്. ഞാൻ എന്നാ പോട്ടെ മക്കളെ. എടാ മോനെ, ചേട്ടൻ പോട്ടെ, അണ്ണൻ പോട്ടെ. ഓക്കെ ബൈ, പിടിച്ചു. നമുക്ക് മറ്റൊരു ലൈവായിട്ട് എപ്പോഴെങ്കിലും ഞാൻ വരാം. ബിഗ് ബോസ് സീസൺ 5 വിന്നറാവാൻ ആഗ്രഹിച്ചിരുന്ന ആൾ ഞാനല്ലേ? സത്യം, ഞാനും ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു എന്നൊക്കെ. ബിഗ് ബോസ് ട്രോഫി എന്നെ മിസ് ചെയ്യുന്നു. ഹായ് ഡിങ്കൻ, ഹായ്. എനിക്ക് അറിയില്ല, എല്ലാവരും ചിലർ പറയുന്ന റിക്വസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് നോക്കുമ്പോൾ കാണുന്നില്ല എല്ലാവരുടെയും മെസ്സേജ് ഒന്നും. ഒരു പക്ഷേ അത് എവിടെ എനിക്ക് എന്താണെന്നറിയില്ല. ചിലവിടെ മെൻഷൻ എന്തുകൊണ്ട് റീപോസ്റ്റ് ചെയ്യണമെന്ന് ചിലർ ചോദിക്കാറുണ്ട് എന്നോട്. ഞാൻ കാണാറില്ല, റിക്വസ്റ്റിലാണെങ്കിലും കാണാറില്ല. ഞാൻ ഈ മെൻഷൻ നോട്ടിഫിക്കേഷനിൽ കാണുന്ന മെൻഷനാണ് ചെയ്യണത്. അപ്പോൾ ഏറെക്കുറെ നമുക്കിത് അവസാനിപ്പിക്കാം. ജാടയോ ജീവയോ? ജീവക്ക് ജാട എന്നാണ് എനിക്ക് ജാടയെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. മോളായ ജാട, പച്ചയായ ജാട, പുച്ഛമാണ് പോടാ. അപ്പോൾ നമുക്കിനി
എപ്പോഴെങ്കിലുമൊക്കെ രസം ഉണ്ടോ ഇങ്ങനെ സംസാരിച്ചിരിക്കാനായിട്ട്. വെറുതെ അല്ല ഇവരൊക്കെ ദിവസം വന്ന് ലൈവ് ഇടണത് വീഡിയോ ഉണ്ടത്. ഇങ്ങനെയൊക്കെ വെറുതെയൊക്കെ വർത്താനം പറഞ്ഞാൽ രസമുണ്ട്. നമ്മൾ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിരിക്കാം. എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇവർക്കൊരു ഹൈ കിട്ടണത് ഇതാണെന്ന്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബേബി തന്നെ ഫേക്കാണ്. ബേബി ഫേക്ക് ഒന്നുമല്ല മച്ചാനാണ്. ഓക്കെ ബൈ. ഞാൻ പോകുക മക്കളെ.